നമസ്കാരം. കോൺഗ്രസ് മറക്കാൻ ആഗ്രഹിക്കുന്ന ദിവസമാണിന്ന്. 3-2 ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് പ്രതീക്ഷ ഹരിയാന കൈവിട്ടു. ഹാട്രിക് വിജയം നേടിയ ബിജെപിക്ക് ലഭിച്ചത് ചരിത്രത്തിലെ ഏറ്റവും മികച്ച സംഖ്യ. ജമ്മുകാശ്മീരിൽ നാഷണൽ കോൺഫറൻസിന്റെ മിന്നും പ്രകടനത്തിൽ ഭരണം നേടാൻ കഴിഞ്ഞതാണ് ആശ്വാസം. പക്ഷേ അവിടെ മത്സരിച്ച 32 സീറ്റുകളിൽ ജയിക്കാനായത് 6 എണ്ണത്തിൽ മാത്രമാണ്. അവിടെയും ബിജെപിക്ക് കിട്ടിയത് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന സീറ്റുകളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ ഉണർവിൽ നിന്ന് കോൺഗ്രസ് നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുകയാണ്. ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് ക്രമക്കേട് നടന്നുവെന്നും ഈ ഫലം അംഗീകരിക്കില്ലെന്നുമാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. കോൺഗ്രസിന് പറ്റിയത് എന്താണ്? ഹരിയാനയിൽ തന്ത്രം പിഴച്ചോ? വോട്ടിംഗ് യന്ത്രത്തെ പഴിച്ചിട്ട് കാര്യമുണ്ടോ? ധ്രുവീകരണം തിരിച്ചടിയായോ? ഈ ചർച്ചയിൽ ശ്രീ സന്ദീപ് വാര്യർ ബിജെപി, ശ്രീ അനിൽ ബോസ് കോൺഗ്രസ്, ഡോക്ടർ ഫസൽ ഗഫൂർ നിരീക്ഷകൻ, ഡോക്ടർ ജി ഗോപകുമാർ വിദഗ്ധൻ എന്നിവർ. ആദ്യം ശ്രീ അനിൽ ബോസ്, എന്താണ് കോൺഗ്രസിന് സംഭവിച്ചത്? കോൺഗ്രസിനെ സംബന്ധിച്ച് 4-3 ഭൂരിപക്ഷം പ്രതീക്ഷിച്ചിരുന്നു ഹരിയാനയിൽ. അത് കിട്ടിയില്ലെങ്കിലും കേവല ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്തുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചതാണ്. മുഴുവൻ എക്സിറ്റ് പോൾ ഏജൻസികളും മാധ്യമങ്ങളും അവിടെ പോയ ആളുകളും എന്തിനേറെ ബിജെപി പോലും അവർ ഇതുപോലെ ഒരു വിജയം നേടുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. കോൺഗ്രസിന് പിഴച്ചത് എവിടെ താങ്കളുടെ പ്രാഥമിക നോട്ടത്തിൽ? ഇല്ല, നിലവിൽ ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഫലമാണ് വന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഞങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങളുടെ എതിരാളികൾ എന്ന് പറയുന്ന ബിജെപി അവരെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഫലം തന്നെയാണ് അവിടെ വന്നത്. കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഓരോ തെരഞ്ഞെടുപ്പുകളിലും പരാജയപ്പെടുന്നതോ ഒന്നും പുതിയ സംഭവമല്ല. പക്ഷെ എന്നെ വല്ലാതെ അതിശയിപ്പിക്കുന്നത് ഇന്ത്യൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന കർഷക സമൂഹം, അതിന് വലിയ റോളുള്ള സ്ഥലമാണ് ഹരിയാന. അതുപോലെ തന്നെ കായിക താരങ്ങൾ, സൈനികർ, അവിടെ നടന്നിട്ടുള്ള ഗവൺമെൻറ് ജനവിരുദ്ധ പ്രവർത്തനങ്ങൾ, ഈ എല്ലാ സാഹചര്യങ്ങളും വെച്ച് കോൺഗ്രസിനോട് ഇഷ്ടമില്ലാത്തവർ പോലും കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വരും എന്ന് പറയുകയും വിലയിരുത്തുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഇത്തരമൊരു വിധി എന്നത്. പാർട്ടി പരിശോധിക്കപ്പെടേണ്ടതാണ്, പാർട്ടി പരിശോധിക്കും. ആ കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. ഒരു തെരഞ്ഞെടുപ്പ് പരാജയം വരുമ്പോൾ ഇലക്ട്രോണിക് മിഷൻ്റെ അപാകതകൾ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ അപാകതകൾ പലപ്പോഴും ഉയർന്നു വരാറുണ്ട്. അത്തരമൊരു അഭിപ്രായ പ്രകടനം ഇന്ന് രാവിലെ വോട്ടെണ്ണൽ നടക്കുന്ന സന്ദർഭത്തിൽ പല റൗണ്ടുകളും എണ്ണുമ്പോൾ ഫലം പുറത്തു വരാതെ വരുന്ന സന്ദർഭവും, പിന്നീട് കോൺഗ്രസ് ലീഡ് ചെയ്യുന്ന മണ്ഡലങ്ങളിൽ ലീഡടക്കം പുറത്തു വരാത്ത സാഹചര്യവും ഉണ്ടാവുകയും ഇലക്ഷൻ കമ്മീഷൻ ജില്ലാ ഭരണകൂടങ്ങളെ കൃത്യമായി സമ്മർദ്ദത്തിലാക്കി ഫലം കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഡിലേ ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഉണ്ടായ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് ഒരു പ്രതിരോധം എന്നുള്ള നിലയിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടലുകളെക്കുറിച്ച് വ്യക്തമായ ബോധ്യം, ചില കാര്യങ്ങളിൽ, മുഴുവൻ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, പക്ഷേ ഇന്നത്തെ എണ്ണുന്ന റൗണ്ടുകളുടെയും ഫലം അപ്ഡേറ്റ് ചെയ്യുന്നതും അടക്കമുള്ള വിഷയങ്ങളിൽ കാണിച്ച ഒരു ഒരു ഇടപെടൽ, അതെല്ലാം കൂടി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്, എസ്പെഷ്യലി ജയറാം രമേശ്, ഇലക്ഷൻ കമ്മീഷനെതിരായ ഒരു നിലപാട് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഹരിയാന ഫലം വെച്ചോ കാശ്മീർ ഫലം വെച്ചോ മാത്രമല്ല. ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 100ഓളം സീറ്റുകളിൽ 1000 വോട്ടിൽ താഴെയാണ് തോൽവി. തെരഞ്ഞെടുപ്പ് നടന്ന് വോട്ടിങ്ങിന്റെ ഡീറ്റെയിൽസ് അതാത് ദിവസം എത്ര പെർസെന്റേജ് എത്ര വോട്ട് പോൾ ചെയ്തു കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്ന ഇലക്ഷൻ വ്യക്തമായ തെളിവുകളുള്ള ആരോപണമാണ്. നമ്മൾ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ്. നമ്മളൊരു മത്സരം നോക്കുമ്പോൾ അമ്പയറെ കുറ്റം പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷനെ കുറ്റം പറയുക എന്നുള്ളതിലുപരി കൃത്യമായി എവിഡൻസ് ഉണ്ടോ ഇക്കാര്യത്തിൽ? അങ്ങനെ തെളിവുകൾ ഉണ്ട് എങ്കിൽ അത് പൊതുസമൂഹത്തെ ബോധിപ്പിക്കാം. ഇവിടെ ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്, ജുഡീഷ്യറിയെ സമീപിക്കാം, അങ്ങനെ പല മാർഗങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസ് എന്തുകൊണ്ട് തോറ്റു എന്ന് ശരിയായി ഇൻട്രോസ്പെക്ട് ചെയ്യുന്നതിന് പകരം ഇലക്ഷൻ കമ്മീഷന്റെ കുഴപ്പമാണ് എന്ന് പറഞ്ഞാൽ ആ ജോലി അവിടെ ഒഴിവായി കിട്ടും, നിങ്ങൾക്ക് എളുപ്പമാണ്. അതിനപ്പുറം എന്ത് കാര്യം? ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ അഭിലാഷേ. ഞാൻ പറഞ്ഞത് എന്താണ് പറഞ്ഞത്? വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നമുക്ക് കുറ്റം പറയാം, അങ്ങനെ പറയേണ്ട ചില സന്ദർഭങ്ങൾ ഇന്ന് പകൽ ഉണ്ടായിട്ടുണ്ട്. ഇലക്ഷന് തോൽക്കുക എന്ന് പറയുന്ന ആദ്യത്തെ സംഭവമല്ല. ഒരു പാർട്ടികൾക്കും തോൽവി പുതിയ അനുഭവങ്ങളല്ല. എല്ലാ പാർട്ടികളും ഓരോ ഘട്ടങ്ങളിൽ തോൽക്കാറുണ്ട്. പക്ഷേ നമ്മൾ കാണേണ്ടത് തെരഞ്ഞെടുപ്പ് തോൽക്കുമ്പോൾ മാത്രം,
ഇപ്പം ഞങ്ങൾ ഇന്ന് ഇലക്ഷൻ കമ്മീഷനോട് ആക്ഷേപം ഉന്നയിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണല്ലോ ഞാൻ. അപ്പോൾ ആ പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് ഇരുന്നു കൊണ്ട് തന്നെ പാർട്ടിക്കകത്തടക്കം പരിശോധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത്. നിലവിൽ ഇലക്ഷൻ കമ്മീഷനെതിരായി നമുക്ക് നിലപാടെടുക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ആ വിഷയമെന്ന് പറയുന്നതാണ് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ വന്നത്. അല്ല ഇന്നത്തെ പരാജയത്തെ ന്യായീകരിക്കാനല്ല വന്നത്. ഇന്നത്തെ പരാജയമാണെന്ന് ആ സംസ്ഥാനത്തെ ലീഡർഷിപ്പ് തന്നെ പരസ്യമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ടല്ലോ. കോൺഗ്രസ് പാർട്ടി വിയോജിപ്പ് പല കാര്യങ്ങളിലും ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് കൊണ്ട് തോൽവി മുഴുവൻ ഇലക്ഷൻ കമ്മീഷൻ കാരണമാണ് എന്നൊന്നും കോൺഗ്രസ് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ എന്തായാലും ഈ ചർച്ചയിൽ വന്നിരുന്ന് അങ്ങനെ പറയില്ല. പക്ഷേ ഞാൻ പറയാൻ വരുന്നത് അതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം ആ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് പോൾ ചെയ്തു എന്ന കണക്ക് അപ്ഡേറ്റ് ചെയ്യുക എന്നത് ഇലക്ഷൻ കമ്മീഷൻ്റെ കീഴ്വഴക്കമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ല. ഇന്ന് വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കഴിയുന്ന റൗണ്ടുകളുടെ കൃത്യമായ അപ്ഡേഷൻ ഉണ്ടായില്ല. അത് ഭരണകൂടത്തിനോട് വിവരം കൊടുക്കരുത് എന്ന കൃത്യമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടലുണ്ടായി എന്ന ബോധ്യമാണ് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കാൾ ഉപരി ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷനെ ഇപ്പോൾ വിമർശനം ഉന്നയിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇന്നത്തെ ആ ഇടപെടലിനെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ അതിന് ഒരു വരി കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം, എന്നിട്ട് ബാക്കി താങ്കൾ മറ്റുള്ളവരിലേക്ക് പൊയ്ക്കൊള്ളൂ. ഞാൻ പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഈ ആക്ഷേപമുണ്ട്. നമുക്ക് 100 സീറ്റ് കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ 241 സീറ്റ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ കൊണ്ടുള്ളത് കൊണ്ടോ അവസാനിപ്പിക്കേണ്ടതല്ല ഇത്തരം കാര്യങ്ങൾ. സുപ്രീം കോടതിയിൽ നിയമ പോരാട്ടം നടക്കുന്നു എന്നതുകൊണ്ട് മാത്രം ഇലക്ഷൻ ചട്ട പരിഷ്കരണം ഉണ്ടാവില്ല. അത് ഡിലേ ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇലക്ഷൻ സിസ്റ്റത്തെ സംബന്ധിച്ച് ഇലക്ഷൻ കമ്മീഷനെ സംബന്ധിച്ച് ആക്ഷേപമുണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സായി സ്റ്റിക്ക് ഓൺ ചെയ്ത് നിയമപരമായ പോരാട്ടവും ക്യാമ്പയിനും നമ്മൾ തുടരേണ്ടതുണ്ട്. എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല. പിന്നെ അവിടെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ജാട്ട്, അവിടുത്തെ ദളിത്, ഞാൻ അടുത്ത റൗണ്ടിൽ സാമുദായിക സമവാക്യങ്ങൾ ഏത് തരത്തിലാണ് ബാധിച്ചത് എന്ന വിഷയത്തിലേക്ക് വരാം. ആ വിഷയത്തിലേക്ക് ഞാൻ വരാം. പക്ഷേ സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിന്റെ ദേശീയ പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഞാൻ അതിലേക്ക് വിശദമായി വരാം. പക്ഷേ സന്ദീപ് വാര്യർ ഇന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ജയറാം രമേശും പവൻ ഖേരയും വാർത്താ സമ്മേളനം വിളിച്ച് അവരുടെ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചു. ഞങ്ങൾ ഈ ജനവിധി അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. ഭൂപീന്ദർ ഹൂഡ അതേസമയം തോൽവി അംഗീകരിക്കുന്നുണ്ട് പ്രതിഷേധത്തോടെ എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. ചില വോട്ടിംഗ് മെഷീനുകളിൽ ചിലയിടങ്ങളിൽ നിന്ന് പരാതി വന്നിട്ടുണ്ട്. അതായത് 99% ചാർജുള്ള മെഷീനുകളിലെല്ലാം BJP ജയിച്ചു, 70% ചാർജുള്ള മെഷീനുകൾ കോൺഗ്രസും. ഇങ്ങനെ ഒരു പാറ്റേൺ കോൺഗ്രസ് സംശയിക്കുന്നുണ്ട്. അഭിലാഷ്, ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമുന്നത നേതാക്കൾ ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നത്തെ ദിവസം എവിടെയാണ് എന്ന് ശ്രീ അനിൽ ബോസിനോട് കോൺഗ്രസ് പ്രതിനിധിയോട് ഒന്ന് ചോദിക്കാവോ? എന്നാൽ ഈ കാര്യങ്ങൾ വ്യക്തമാവും. അവരിപ്പോൾ എവിടെയാണ് ഉള്ളത്? എന്തായാലും അവരുടെ പൊതുപ്രതികരണങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. എവിടെ ഉണ്ടെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഇന്ത്യയിലില്ല. പ്രിയങ്ക ഗാന്ധിയും ശ്രീ രാഹുൽ ഗാന്ധിയും കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ ഇന്ന് ഇന്ത്യയിലില്ല. അതായത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസ് വിജയിക്കുമെന്ന് പരക്കെ നിങ്ങളെല്ലാവരും പ്രവചിച്ചിരുന്ന, ഇവരൊക്കെ പ്രതീക്ഷിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുന്ന ദിവസം ശ്രീ രാഹുൽ ഗാന്ധിയും ശ്രീമതി പ്രിയങ്ക വാദ്രയും ഇന്ത്യയിലില്ല എന്നുള്ളത് എന്താ സൂചിപ്പിക്കുന്നത്? അവർ ഈ ഫലം നേരത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഒരു വലിയ തിരിച്ചടി നേരത്തെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണമല്ലോ ഈ പ്രധാനപ്പെട്ട 2 നേതാക്കളും ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇന്ത്യയിൽ നിന്ന് മുങ്ങിയത്. സാധാരണഗതിയിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾ തൻ്റെ പാർട്ടി പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസം രാജ്യത്ത് മാറി നിൽക്കാൻ ആഗ്രഹിക്കുമോ? വിജയിക്കാൻ പോവുകയാണെങ്കിൽ മാറി നിൽക്കാൻ ആഗ്രഹിക്കുമോ? വിജയത്തിൻ്റെ എല്ലാ ക്രെഡിറ്റും എടുക്കാൻ എപ്പോഴും ആവേശം കാണിക്കുന്ന ഗാന്ധി കുടുംബത്തിലെ ഈ ഏറ്റവും പുതിയ തലമുറ ഇന്നത്തെ ദിവസം ഇന്ത്യ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ഈ പരാജയം നേരത്തെ മണത്തറിഞ്ഞിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് ആ പരാജയത്തെ ന്യായീകരിക്കാൻ വേണ്ടി നമ്മുടെ ജനാധിപത്യ സ്ഥാപനങ്ങളെ, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഏറ്റവും പവിത്രമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ മുഴുവൻ പൊതുസമൂഹത്തിന് മുന്നിൽ, ലോകത്തിന് മുന്നിൽ ആക്ഷേപിക്കാൻ വേണ്ടി അതിന്മേൽ ചളിവാരി എറിയുകയാണ് ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ 7ാം കൂലി പട്ടാളം. ജയറാം രമേശിനെ പോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും മത്സരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അൾട്രാ ലെഫ്റ്റ് സ്വഭാവമുള്ള ഇത്തരം ആളുകളുണ്ടല്ലോ, ഇവരെല്ലാവരും വന്ന് ഈ നമ്മുടെ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ തന്നെ അവഹേളിക്കുകയാണ്. നോക്കൂ, നമ്മുടെ രാജ്യത്തിന് വലിയൊരു പാരമ്പര്യമുണ്ട്. എത്രയോ കാലമായി BJP എത്രയോ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളോളം കോൺഗ്രസ് ഭരിക്കുമ്പോഴും നിരന്തരമായി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്തും എല്ലാം അടിയന്തരാവസ്ഥ കാലത്തും ഒക്കെ ജനാധിപത്യത്തിന് വേണ്ടി നിലകൊള്ളുക എന്നല്ലാതെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയോ ഭരണഘടനാ സ്ഥാപനങ്ങളെയോ അതല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പ്രക്രിയയോ റിഡിക്യൂൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പരാമർശവും എവിടെയും നിരന്തരമായി പരാജയപ്പെട്ടും ഞങ്ങൾ എവിടെയും ചെയ്തിട്ടില്ല.
തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമ്പോൾ ആ പരാജയത്തെ നിറഞ്ഞ മനസ്സോടുകൂടി അതല്ലെങ്കിൽ താഴ്മയോടുകൂടി ജനവിധിയെ അംഗീകരിക്കാനുള്ള മാന്യതയാണ് എല്ലാ കാലത്തും BJP സ്വീകരിച്ചുള്ളത്. കേവലം ഒരു വോട്ടിന് പാർലമെന്റിൽ പരാജയപ്പെട്ട് ലോക്സഭയിൽ പരാജയപ്പെട്ട് പുറത്തു പോകുമ്പോഴും ശ്രീ അടൽ ബിഹാരി വാജ്പേയി പാർട്ടികൾ വരും പോകും, രാഷ്ട്രീയം വരും പോകും, സർക്കാരുകൾ വരും പോകും, പക്ഷേ രാഷ്ട്രം നിലനിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടൽ ബിഹാരി വാജ്പേയി രാജിവെച്ച് പുറത്തു പോകുന്നത്. നിങ്ങൾ ആലോചിക്കണം, അത്രമേൽ ഉദാത്തമായ ജനാധിപത്യ ബോധം പ്രകടിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് പരാജയങ്ങളെ നേരിട്ടിട്ടുള്ള ഞങ്ങൾ പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോവുകയാണ്. കോൺഗ്രസ് പോലൊരു പ്രസ്ഥാനം 6 പതിറ്റാണ്ട് രാജ്യം ഭരിച്ചവർ കുറച്ചു കാലം തെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾ പരാജയപ്പെടുത്തിയപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകത്തിന് മുന്നിൽ ഇകഴ്ത്തിക്കാട്ടാൻ വേണ്ടി ഏറ്റവും നിന്ദ്യമായ നെറികെട്ട പ്രചരണങ്ങളിൽ ഏർപ്പെടുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. അങ്ങേയറ്റം ഒരു തെളിവുമില്ലാത്ത ആരോപണങ്ങൾ എല്ലാ കാലത്തും തോൽവി അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ LK അദ്വാനിയാണ് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ റദ്ദാക്കണം, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ നിന്ന് ബാലറ്റ് പേപ്പറിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടത്. 2009 വലിയ തോൽവിക്ക് ശേഷം മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ബാലറ്റ് പേപ്പറിൽ വേണം തെരഞ്ഞെടുപ്പ് എന്ന് LK അദ്വാനി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ തോറ്റ സന്ദർഭങ്ങളിൽ നിങ്ങളും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാനിതിനെ തോൽവിയിലുള്ള ഒരു അവിശ്വസനീയത കൊണ്ട് പറയുന്നു എന്നുള്ള നിലയിലേ കണ്ടിട്ടുള്ളൂ. ശരിയല്ല. ഞാൻ അന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ വാർത്ത വേണമെങ്കിൽ വായിക്കാം. അർത്ഥസത്യമാണ്. Advani has doubts about EVM, wants ballot paper back. BJP leader LK Advani has demanded the reintroduction of ballot papers in election beginning with the Maharashtra. ഇത് 2009 വാർത്തയാണ്, ജൂലൈ 5, 2009. എനിക്കറിയാം അഭിലാഷ്, മനസ്സിലായി അഭിലാഷ്. 2009 തീർച്ചയായിട്ടും അദ്വാനിജി അത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളത് വസ്തുതയാണ്, സത്യമാണ്. അതിനുശേഷമാണ് സുപ്രീം കോടതിയിൽ EVM-ന്റെ നിയമസാധുതയുമായി ബന്ധപ്പെട്ട വലിയ ഒരു വ്യവഹാരം നടക്കുകയും സുപ്രീം കോടതി VVPAT ഘടിപ്പിക്കാൻ വേണ്ടി ഉത്തരവിടുകയും ചെയ്തത്. VVPAT EVM-മായി ഘടിപ്പിച്ചതിന് ശേഷം BJP ഇവിടെയും അത്തരമൊരു ആക്ഷേപം പറഞ്ഞിട്ടില്ല. VVPAT വന്നതോടുകൂടി ഇലക്ഷൻ പ്രോസസ്സ് കൂടുതൽ സുതാര്യമാവുകയും ജനങ്ങൾക്ക് വോട്ട് ചെയ്തതിൻ്റെ സ്ലിപ്പ്, തങ്ങൾ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്തെന്നുള്ള സ്ലിപ്പ് കാണാനാകുന്ന സാഹചര്യം വരുന്നതിന് ശേഷം, അത്തരമൊരു സാഹചര്യം വന്നതിന് ശേഷം BJPക്ക് അത്തരമൊരു ആക്ഷേപമില്ല. 2009 അതായിരുന്നില്ല സ്ഥിതി. അതിനുശേഷം ഇന്ത്യയിലെ EVM കൂടുതൽ സുതാര്യമാക്കുകയും ആ നടപടിക്രമങ്ങൾ കൂടുതൽ സുതാര്യമാവുകയും ചെയ്തു. അന്നത്തെ കാലത്ത് പല സാങ്കേതിക വിദഗ്ധരും പല സംശയങ്ങൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് അദ്വാനിജി അക്കാലത്ത് ഒരു ആശങ്ക പ്രകടിപ്പിച്ചു എന്നുള്ള വസ്തുതയാണ്. പക്ഷേ സുപ്രീം കോടതി അക്കാര്യത്തിൽ ഇടപെടുകയും VVPAT വേണമെന്ന് ഉത്തരവിടുകയും ചെയ്തതിനു ശേഷം ഞങ്ങൾ അതിൽ പിന്നീട് ഒരു സംശയം പ്രകടിപ്പിക്കുകയോ ആ കാര്യത്തിൽ അത്തരമൊരു അഭിപ്രായം പറയുകയില്ല. എന്നാൽ പോലും ഇലക്ഷൻ പ്രോസസ്സിൽ അല്ലെങ്കിൽ ഇലക്ഷൻ പ്രൊസീജിയർ കഴിഞ്ഞ ശേഷം തോൽവി അംഗീകരിക്കില്ല എന്നൊരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല. തോൽവിയെ വിശാല ഹൃദയത്തോട് അംഗീകരിക്കുകയും ജനവിധി വിശാല ഹൃദയത്തോട് അംഗീകരിച്ച് ഞങ്ങൾ വരുന്ന സർക്കാരുകളെ അഭിനന്ദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാലത്തും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ BJPയുടെ ഏതെങ്കിലും ഒരു ദേശീയ നേതാവ് തെരഞ്ഞെടുപ്പ് തോൽവി അംഗീകരിക്കില്ല എന്ന് പറയുകയോ ജനാധിപത്യ പ്രക്രിയയെ വെല്ലുവിളിക്കുകയോ ആ ജനാധിപത്യത്തെ എകഴ്ത്തി കാണിക്കുകയോ ചെയ്തില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ, ഉദാഹരണത്തിന് ഒരു കോൺസ്റ്റിറ്റ്യൻസിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നു എന്ന് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാമല്ലോ. നമ്മുടെ അടുത്തൊരു ജുഡീഷ്യൽ പ്രോസസ്സ് ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ജയിക്കാൻ പറ്റുന്നില്ല, ജനങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തുന്നു, ജനവിധിയെ അംഗീകരിക്കാതെ ഈ കാണിക്കുന്നത് അങ്ങേയറ്റം നെറികെട്ട പരിപാടിയാണ്. നമ്മുടെ രാജ്യത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദേശവിരുദ്ധതയാണ്, ക്രൂരതയാണ്. ഈ വിദേശ രാജ്യങ്ങൾ മുഴുവൻ പോയി ഇന്ത്യ വിരുദ്ധത വിളമ്പുന്ന ജയറാം രമേശിനും രാഹുൽ ഗാന്ധിക്കും അടക്കമുള്ള അതല്ലെങ്കിൽ ആളുകളുണ്ടല്ലോ, കോൺഗ്രസിന്റെ ഈ ലെഫ്റ്റ് ഇക്കോസിസ്റ്റം പെടുന്ന ആളുകൾ, അവർക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഹരിയാന ജനങ്ങൾ നൽകിയത്. ശരി, എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് 2009 ജൂലൈ 5 LK അദ്വാനിയുടെ സ്റ്റേറ്റ്മെന്റ്. അദ്ദേഹം 16 മെയ് 2012 അത് ആവർത്തിച്ചിട്ടുണ്ട്. We should revert to ballot papers unless the election commission is able to ensure that electronic voting machines are foolproof and every possibility of their manufacturing is taken care of, Advani quoted. അതിനുശേഷം അതിന് മനീഷ് തിവാരി, അന്നത്തെ കോൺഗ്രസ് വക്താവ് മനീഷ് തിവാരി നൽകുന്ന മറുപടി സ്ട്രെച്ച് ഓഫ് ഇമാജിനേഷൻ എന്നാണ്. ഇന്ന് നിങ്ങൾ പറയുന്നത് മാതിരി ഇത് ഭാവനയാണ് എന്ന് അന്ന് കോൺഗ്രസ് അദ്വാനിക്കും BJPക്കും മറുപടി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഒരു തർക്ക വിഷയമാണ്. ശ്രീ ഫസൽ ഗഫൂർ, ഇന്നത്തെ കോൺഗ്രസിന്റെ പരാജയം കോൺഗ്രസിന് അപ്രതീക്ഷിതമാണ്, BJPക്ക് തന്നെ ഇത്രയും വലിയൊരു വിജയം പ്രതീക്ഷിച്ചിട്ടുള്ളതാണോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു മാധ്യമവും അല്ലെങ്കിൽ ഒരു എക്സിറ്റ് പോളും ഒരു തെരഞ്ഞെടുപ്പ് പണ്ഡിതനും ഒരു വിശകലന വിദഗ്ധനും ഇതുപോലെ ഒരു റിസൾട്ട് ഹരിയാനയെ സംബന്ധിച്ച് പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് അമിത ആത്മവിശ്വാസത്തിലായിരുന്നു. അവർ വലിയ തോതിൽ ജാട്ട് വോട്ടിൽ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ട്രാറ്റജി സ്വീകരിച്ചത് വഴി ജാട്ട് വോട്ടുകൾ കോൺഗ്രസിന് കിട്ടിയിട്ടുണ്ടാവാം. ജാട്ട് ഇതര വോട്ടുകൾ, അത് 75% വരും, വിശേഷിച്ച് OBC വോട്ടുകൾ കേന്ദ്രീകൃതമായി BJPയിലേക്ക് പോയിട്ടുണ്ടാകാമോ? യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ സ്ട്രാറ്റജി അവരെ സംബന്ധിച്ച് തിരിച്ചടിച്ചതാണോ? എന്ത് തോന്നുന്നു?
ആദ്യം തന്നെ നമ്മൾ പറയേണ്ടത് ഈ എക്സിറ്റ് പോളുകൾ മുഴുവൻ തെറ്റാണെന്നുള്ളത് നമുക്ക് പലവട്ടം മനസ്സിലാക്കിയല്ലോ. അപ്പോൾ കഴിഞ്ഞ തവണ 240 സീറ്റിൽ BJP ഒതുങ്ങിപ്പോയപ്പോഴും എക്സിറ്റ് പോൾ നമ്മൾ വസ്തുതകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലല്ലോ ഇതിൻ്റെ ഇലക്ട്രോണിക് മെഷീൻ്റെ കേടാണെന്നുള്ളതുകൊണ്ട് ഈ ഇലക്ട്രോണിക് മെഷീനെ പറ്റിയിട്ടുള്ള തർക്കം ഇവിടെ വെച്ച് നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഇലക്ഷൻ്റെ ഒരു അനാലിസിസിലോട്ട് നമ്മൾ നേരിട്ട് കിടക്കുക. കാരണം എന്താ പറയുക, തെറ്റാണെന്ന് പറയാൻ കാരണം അങ്ങനെ അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസിന് ഇത്രയധികം സീറ്റ് കിട്ടുമോ കാശ്മീരിൽ? ഇനി അടുത്ത ചോദ്യം വരുന്നുണ്ട്. ഹരിയാനയിൽ കോൺഗ്രസും ഇവരും സമമാണെന്നേ. ലോകസഭയിൽ 5-5 ഇവിടെ ഇപ്പം നമ്മൾ നോക്കുക 0.5% ഇവർ തമ്മിൽ വ്യത്യാസമുള്ളൂ ഇലക്ഷൻ വോട്ടിൽ. അപ്പോൾ BJPയുടെ ഒരു വൻ വിജയം നമ്മൾ പറയുമെങ്കിൽ കോൺഗ്രസിന് വലിയൊരു വൻ പരാജയം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞുതരാം. കാരണം കോൺഗ്രസിനും വോട്ട് ഈ അനാവശ്യമായിട്ടുള്ള ഈ ജാതി പാർട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പാർട്ടികളായിട്ടുള്ള ജാതിയിൽ അധിഷ്ഠിതമായിട്ടുയിട്ടുള്ള ഈ ദുഷ്യന്ത് ചൗത്താലയുടെയും മറ്റേ ചൗത്താലയുടെയൊക്കെ പാർട്ടികൾ മനസ്സിലായില്ലേ, ആ INLD അതൊക്കെ കൂടെ നശിച്ചുപോയി എന്നുള്ളത് കോൺഗ്രസിന് തന്നെ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വീണ്ടും ബൈപ്പോളറായിട്ടുള്ള ഒരു ഫൈറ്റ് വരെയാണ്. 37 അവിടെയാണ് ഡോക്ടർ ഫസൽ ഗഫൂർ ബൈപോളർ ആയിട്ട് ഒരു ഫൈറ്റ് വരുമ്പോ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിന് കഴിയാത്തത് എന്തേ എന്നുള്ളതാണ് പ്രശ്നം. BJPയുടെ ഡിസഡ്വാൻറ്റേജസ് നോക്കൂ. ഒന്ന്, BJPയുടെ ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമല്ല ഹരിയാന. 2014 മാത്രം അവർ അധികാരത്തിലെത്തുന്ന ഒരു സംസ്ഥാനമാണ് ഹരിയാന. 2, ശക്തമായ ഭരണവിരുദ്ധ വികാരം. 2 തവണയായി 10 വർഷമായി ഭരിക്കുകയാണ്. ശക്തമായ ഭരണവിരുദ്ധ വികാരം, ധാരാളം ഇഷ്യൂസ്. അപ്പോൾ ഇഷ്യൂസ് ഉണ്ട്, ഭരണവിരുദ്ധ വികാരമുണ്ട്. BJPയുടെ ഒരു ട്രഡീഷണൽ ബാസ്റ്റിയൻ അല്ലാത്ത ഒരിടത്ത് ഒരു ബൈപോളാർ കോൺടെസ്റ്റിൽ 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന് BJPയെ പരാജയപ്പെടുത്താൻ കഴിയുന്നില്ല എന്നതിന്റെ അർത്ഥം എന്താണ്? അല്ല, അത് ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒരു സ്ട്രാറ്റജിക് സോഷ്യൽ എഞ്ചിനീയറിംഗിലൊരു പ്രശ്നമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഓഫ് കോഴ്സ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നമുക്ക് പറയാം, വികസനത്തിനെ പറ്റി പറയാം, അല്ലെങ്കിൽ അഗ്നിവീറിനെ പറ്റി പറയാം, കർഷകരെ പറ്റി. ബേസിക് സോഷ്യൽ എഞ്ചിനീയറിംഗ് കറക്റ്റായിട്ട് നമുക്കറിയാവുന്നതെന്ന് വെച്ചാൽ അവിടെ 17 ഷെഡ്യൂൾഡ് കാസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉണ്ട്. അത് സന്ദീപ് വാര്യരുടെ കയ്യിലോ അല്ലെങ്കിലോ നമ്മുടെ അഭിജിത്തിൻ്റെ കയ്യിലോ ഉണ്ടെങ്കിൽ മനസ്സിലായില്ല, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറയാൻ പറ്റുമോ അത് ആരുടെ കൂടെ പോയി എന്നുള്ളത്. അതാണ് ഇതിൻ്റെ നമ്മൾ മാർക്കറായിട്ട് കാണേണ്ടത്. കാരണം ഇവിടെ ഒരു വലിയൊരു പ്രശ്നം കോൺഗ്രസിനുണ്ട്. അതായത് നമ്മുടെ മറ്റേ അദ്ദേഹത്തിൻ്റെ ബൻസിലാലിൻ്റെ കാലഘട്ടം തൊട്ടിട്ട് പിന്നെ ഇന്ന് ദുഷ്യന്ത് ചൗത്താലയുടെ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള കാരണവരായിട്ടുള്ള ദേവിലാലിൻ്റെ കാലഘട്ടം തൊട്ടിട്ട് തുടർച്ചയായിട്ടുള്ള 25% മാത്രമുള്ള ജാട്ട് ഭരണമാണ് അവിടെ. അതിൻ്റെ അപ്പുറത്തെ സ്റ്റേറ്റായ പഞ്ചാബിൽ ജാട്ട് സിഖ് ഭരണമാണ്. അവിടെ ഈ OBCകളും SC STകൾക്കും ഒരു ചാൻസും കിട്ടുന്നില്ലാന്ന് ഭരിക്കാനായിട്ട്. മനസ്സിലായി. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ജാതി ഇല്ലാതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ജാതി വോട്ടുണ്ട്, നമുക്കിപ്പോൾ നോക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചല്ലോ, ഷെഡ്യൂൾഡ് കാസ്റ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ബ്രേക്കപ്പ് എനിക്ക് കിട്ടാത്തതിനെ കൊണ്ടാണ് ഞാൻ കൂടുതൽ പറയാതിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു നില നിൽക്കുമ്പോൾ കുമാരി സെൽജയാണ് ഇവരുടെ ഏറ്റവും വലിയ ഫേസ്. അവർ ഷെഡ്യൂൾ കാസ്റ്റിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരെ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വളർത്തിക്കൊണ്ടുവന്നാണ്. അപ്പോൾ അവർ പോയിട്ട് ഈ ക്യാമ്പയിനിങ്ങിലൊന്നും കാര്യമായിട്ടൊന്നും പങ്കെടുക്കുകയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതൊരു മാർജിനൽ ഒരു ടിൽട്ട് വരുത്താനായിട്ട് ഇത്രയൊക്കെ മതി. അത് മാത്രമല്ല, ഈ ഹുഡ തന്നെ നമ്മൾ വിചാരിക്കുന്ന അത്ര വലിയ ശക്തനൊന്നുമല്ല. കാരണം ഈ ഹുഡ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് കത്തെഴുതിയ ആളാണ്. 23 പേരെങ്ങാണ്ട് എഴുതിയില്ല. ഗുലാം നബി ആസാദ് അടക്കമുള്ളവരൊക്കെ എഴുതിയ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് മൂപ്പര്. പിന്നെ മൂപ്പരെ വിളിച്ചിട്ട് സാന്ത്വനപ്പെടുത്തി അദ്ദേഹം തന്നെ ആയിരിക്കും ഇനി അടുത്ത തവണത്തെ മുഖ്യമന്ത്രി ഫേസ് എന്നുള്ളത് ഒരു ഉറപ്പ് കൊടുത്തിട്ടാണ് അദ്ദേഹം ഇതിൽ നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിലൊരു ടൈറ്റ് ഫൈറ്റാണത്. 20 എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ 20-ലധികം കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 5000-ൽ കുറവ് വോട്ടിനാണ് നിൽക്കുന്നത്. ഇത് തമ്മിലുള്ള ഇത് ആർക്ക് ഭൂരിപക്ഷം എന്നുള്ളതല്ല, തമ്മിൽ ഫൈറ്റ് നടക്കുന്നത്. 0.5% വ്യത്യാസമുള്ളൂ ഇവർ തമ്മിൽ. അപ്പോൾ ആ നിലക്ക് ഒരു ജെന്യുവനായിട്ടുള്ളൊരു വലിയൊരു ഫൈറ്റ് നടന്നിരിക്കുന്നു. അതിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വന്നിരിക്കുന്നു. ആ ഇലക്ഷൻ റിസൾട്ടിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. കാരണം വെച്ചാൽ അതൊരു ഫൈറ്റാണ്. ഇന്ത്യ ഡെമോക്രസിയിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ 240 എന്ന് പറയുമ്പോൾ ആ 240-നെ നമ്മൾ സ്വാഗതം ചെയ്താൽ മതി. നമ്മൾ ഇതിനെ സ്വാഗതം ചെയ്തു. മറ്റേതൊക്കെ ഇലക്ഷൻ കമ്മീഷനിൽ കോൺഗ്രസിന് പോകാൻ കണ്ടുപിടിക്കാൻ നോക്കുക, അതിൽ വല്ല തരാറുണ്ടോ ഇല്ല എന്നുള്ള. പക്ഷേ ഇത്രയും അടുത്തടുത്ത് കോൺസ്റ്റിറ്റ്യുവൻസി നിൽക്കുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ ഒറ്റ കാര്യം കൂടെ പറയാം. എക്സിറ്റ് പോളുകൾ ഹൈപ്പ് ഉണ്ടാക്കിയതാണെന്നേ. എക്സിറ്റ് പോളുകൾ ഭയങ്കരമായിട്ട് ഹൈപ്പ് ഉണ്ടാക്കിയതാണ്. അതേമാതിരി ഹൈപ്പ് ഉണ്ടാക്കിയില്ലേ, 400 എന്ന് പറഞ്ഞിട്ട് ഹൈപ്പ് ഉണ്ടാക്കിയില്ല അവർ. അകലെ ബാർ 400 പാർ എന്ന് പറഞ്ഞിട്ടുള്ള ഹൈപ്പ് ഉണ്ടാക്കലാണ്. അപ്പോൾ ആ ഹൈപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൂടുതൽ വന്നിട്ടുള്ളത്. നല്ലൊരു ഫൈറ്റാണ് കോൺഗ്രസ് ഇവിടെ നടത്തിയിരിക്കുന്നത്. നാഷണൽ കോൺഫറൻസ് ഗംഭീരമായിട്ട് അവിടെ വിജയിക്കുകയും ചെയ്തു. അത് ഒരു നല്ല രീതിയിൽ നടന്നൊരു ഇലക്ഷൻ, എൻ്റെ അഭിപ്രായത്തിൽ നല്ല രീതിയിൽ നടന്നൊരു ഇലക്ഷനായിട്ടാണ് ഞാൻ കാണുന്നത്. ശരി, അവിടെ ശ്രീ അനിൽ ബോസ് സോഷ്യൽ എഞ്ചിനീയറിംഗിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ കോൺഗ്രസ് ഓരോ സംസ്ഥാനത്തും ഓരോ പഴയ പടക്കുതിരയെ കോൺഗ്രസിനെ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുന്നതാണല്ലോ പ്രശ്നം. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ നോക്കൂ. ഭൂപിന്ദർ സിംഗ് കൂടെയാണ് ബഹുഭൂരിപക്ഷം നടത്തിയത്. 28 ജാട്ടുകൾക്ക് സീറ്റ് കിട്ടി.
BJP 16 ജാട്ടുകൾക്കേ കൊടുത്തിട്ടുള്ളൂ. അവർ OBC ആണ് കൂടുതൽ പ്രാമുഖ്യം കൊടുത്തത്. സൈന്യ ഒരു OBC ഫേസ് ആണ് എന്ന് മാത്രമല്ല, അവർ കൃത്യമായി ഒരു എങ്ങനെയാണോ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തേണ്ടത് അത് വളരെ കൃത്യമായി നടത്തിയപ്പോൾ സ്വന്തക്കാർക്ക് പരമാവധി സീറ്റ് കൊടുക്കുക എന്നുള്ളതിൽ കോൺഗ്രസ് സീറ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തി. ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആയിരുന്നു എല്ലാം. ഇപ്പൊ ജയിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന മട്ടിലായിരുന്നു. കുമാരി ഷെൽജയെ സൈഡ് ലൈൻ ചെയ്തു. സുർജേവാലയുടെ അവസ്ഥയും ഇങ്ങനെയൊക്കെ തന്നെ. അങ്ങനെ കോൺഗ്രസ് ഈ നാട് വഴിയെ ഏൽപ്പിച്ചു, നിങ്ങൾ അങ്ങോട്ട് ജയിച്ചോളൂ എന്ന് പറഞ്ഞു. അവസാനം ജനങ്ങളൊരു പാഠം പഠിപ്പിച്ചു. കൃത്യമായി ഹോംവർക്ക് ചെയ്ത് പ്രൊഫഷണലായി ഇലക്ഷൻ എഞ്ചിൻ ചലിപ്പിച്ചാലേ ഇക്കാലത്ത് എത്ര ഭരണവിരുദ്ധ വികാരം ഉണ്ടായാലും അതിനെ ഉപയോഗിക്കാൻ കഴിയൂ എന്ന പാഠമെങ്കിലും ഹരിയാനയിൽ നിന്ന് പഠിക്കുമോ പാർട്ടി? അല്ല, കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം താങ്കൾ പറഞ്ഞ ആക്ഷേപങ്ങളോടൊന്നും ഞാൻ പൂർണ്ണമായി യോജിക്കുന്നില്ല. ചില വിമർശനങ്ങൾക്കാൾ ചില കേന്ദ്രങ്ങളിലുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഷൽജയുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഷൽജയ്ക്ക് മതിയായ റോള് കിട്ടുന്നില്ല എന്നുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വിഭാഗം ആളുകൾക്ക് ഹൂഡയാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത് എന്ന ആക്ഷേപങ്ങളുണ്ട്. അത്തരം അപസ്വരങ്ങൾ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണ്ണയം വരുമ്പോൾ, സീറ്റ് വിഭജനം വരുമ്പോഴൊക്കെ എല്ലാ കാലത്തും എല്ലാ സംസ്ഥാനത്തും നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആരെയെങ്കിലുമൊക്കെ നമ്മൾ തോൽക്കുമ്പോൾ അവരുടെ തലയിൽ ഈ പാവഭാരം മുഴുവൻ കെട്ടിവെക്കുന്നതിനോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. നിലവിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അമിതമായ ആത്മവിശ്വാസം, നമ്മൾ 100% ജയിക്കുമെന്ന പൊതുവികാരം, ആ വികാരത്തിൽ, അതായത് ഞാൻ കാണുന്ന ഒരു കാര്യം ഞാൻ തുറന്ന് അംഗീകരിക്കാൻ തയ്യാറാണ്. BJP തോൽക്കുമെന്ന് കരുതി മത്സരിച്ചു, നമ്മൾ ജയിച്ചു കഴിഞ്ഞു എന്ന് കരുതി മത്സരിച്ചു. അതിൻ്റേതായ ഒരു ഭാഗപ്പെടുകൾ ഉണ്ടായിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസൽ ഗഫൂർ പറഞ്ഞതിനോടൊക്കെ എനിക്ക് യോജിപ്പുള്ള ആളാണ്. എനിക്ക് വലിയ വിയോജിപ്പൊന്നുമില്ല. അദ്ദേഹം പറഞ്ഞതിനോട് യോജിപ്പുണ്ടെന്ന് ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ തോറ്റതിനെ സംബന്ധിച്ച് വിശദമായി പഠിക്കുക. അതിൻ്റെ ജാതിമത സമവാക്യങ്ങളുള്ള ഏറ്റക്കുറച്ചിലാണോ, നമുക്ക് എവിടെയൊക്കെയാണ് സ്റ്റെപ്പ് പിഴച്ചത്, അതൊക്കെ പാർട്ടി ഇന്ന് പരിശോധിക്കേണ്ടതല്ലോ. അതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിലാണ് അതൊക്കെ പരിശോധിക്കുന്നത്. എവിടെയാണ് നമ്മുടെ സ്ട്രാറ്റജി തെറ്റിയത്, എവിടെയാണ് പിഴവുണ്ടായത്. പക്ഷേ ഇന്നുണ്ടായ ഇലക്ഷൻ കമ്മീഷൻ്റെ വിവാദം എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലാണ് നിങ്ങൾ കാണേണ്ടത്. അല്ല, തോറ്റു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ മുഴുവൻ ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷനാണ് എന്നൊന്നും ഞാൻ ഈ ചർച്ചയിൽ പറഞ്ഞിട്ടില്ല. കോൺഗ്രസ് പാർട്ടിയിൽ ആരും അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. ഇന്നുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അനിഷ്ട സംഭവങ്ങൾ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ ഇടപെടലിൽ ഭരണകൂടങ്ങളെ നിയന്ത്രിക്കുന്നതിനും അവരെ ഭീഷണിപ്പെടുത്തി ചില കാര്യങ്ങൾ ചെയ്യിക്കുന്നതിനുമുള്ള ശ്രമം ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ ഒരു അലിഗേഷൻ റേസ് ചെയ്യുന്ന കാര്യം വന്നത്. പിന്നെ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കില്ല എന്ന പ്രതികരണം വന്നു. ശരിയാണ്, തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കില്ല എന്ന പ്രതികരണം വന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണത് വരുന്നത്? ഇവിടെ കോൺഗ്രസ് പാർട്ടി തോറ്റു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഫലം അംഗീകരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? എത്രയോ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റിരിക്കുന്നു. ആ തോറ്റ സന്ദർഭത്തിലെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ ഹൈക്കമാൻഡ് അല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി കൂടിയിട്ട് ഞങ്ങൾ ഈ ഫലം അംഗീകരിക്കത്തില്ല എന്ന് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? ഞങ്ങൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ട് പറയുന്നു? കാരണം അവിടുത്തെ പൊതുജന മനസ്സ് BJPക്കെതിരായിരുന്നു. ജനങ്ങളുടെ വികാരം BJPക്കെതിരായിരുന്നു. അവിടെ ആ വോട്ടിങ്ങിൽ അത് പ്രതിഫലിക്കേണ്ടതാണ്. കായിക മേഖലയുമായി ബന്ധപ്പെട്ട അറിയാലോ, വിനേഷ് ബോർഡിൻ്റെ പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ ഒരു വശത്ത്, ആ അഗ്നിവീറുമായി ബന്ധപ്പെട്ടുള്ള അവിടെ ഇതെല്ലാം അനിൽ ബോസ് ഒരേ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഒരേ കോൺസ്റ്റിറ്റ്യുവൻസിയിലല്ലേ പ്രതിഫലിക്കുന്നത്. ഇപ്പോ ഈ പറഞ്ഞ വിനേഷ് ഫോഗട്ടും അതുപോലെയുള്ള ആളുകളും ഒക്കെ ജാട്ടാണ്. കർഷകരുടെ പ്രശ്നം കുറച്ചുകൂടി പറഞ്ഞാൽ അതൊരു ജാട്ട് ഇഷ്യൂ ആണ്. ഈ പറഞ്ഞ ജവാൻ, ഫയൽവാൻ, കിസാൻ ഇഷ്യൂ ഒക്കെ ഓരോ നിങ്ങൾ ഈ പറഞ്ഞ 75% അവിടെ നിൽക്കുമ്പോൾ 25%-ൽ സകല പ്രതീക്ഷയും വെച്ചിട്ട് സകല കാര്യവും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ ബാക്കി 75 എന്നുള്ളത് അവിടെ നിൽക്കല്ലേ. 22% ദളിത് പോപ്പുലേഷൻ ഉള്ള ഒരു സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. അവർക്ക് മതിയായ പ്രാതിനിധ്യം കിട്ടിയോ? പ്രാതിനിധ്യം, റെപ്രസെന്റേഷൻ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. 40% അവിടുത്തെ OBC പോപ്പുലേഷൻ. നിങ്ങൾ എങ്ങനെയാണ് ആ കമ്മ്യൂണിറ്റി അഭിസംബോധന ചെയ്തിട്ടുള്ളത്? ഇതൊക്കെ വിഷയമാണ്. അവിടെയുള്ള ആളുകളെ സംബന്ധിച്ച് റോത്തക് രാജ് അല്ലെങ്കിൽ ഹൂഡ രാജ് വീണ്ടും വരുന്നു. തൊഴിലടക്കമുള്ള വിഷയങ്ങളിൽ ഇനി തോന്നിയതുപോലെ ആയിരിക്കും കാര്യങ്ങൾ എന്നൊരു സെന്റിമെന്റ്സ് വന്നു. ദളിത് വോട്ടൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തോതിൽ കോൺഗ്രസിലേക്ക് നാവിഗേറ്റ് ചെയ്ത വോട്ടൊക്കെ തിരികെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതാണ് എല്ലാ വിഷയങ്ങളും ഒരേ തരത്തിൽ ഒരേ സ്ഥലത്ത് തന്നെ വീണ്ടും വീണ്ടും കുഴിച്ചിട്ട് കാര്യമില്ലല്ലോ. അഭിലാഷിന് എന്ത് അഭിപ്രായങ്ങളും വേണമെങ്കിലും പറയാം. ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഉടനെ ഉമ്മൻചാണ്ടി മോശമാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഹൂഡയെ സംബന്ധിച്ചിടത്തോളം ഹൂഡ കോൺഗ്രസ് പാർട്ടിയുടെ ശക്തിയായി അവിടെ ശക്തമായ നേതൃത്വം നൽകി വന്നിട്ടുള്ള ആളല്ലേ. അദ്ദേഹം ഒരു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഉടനെ അദ്ദേഹം വെറും കരുവേപ്പിലയാണ് ഞങ്ങൾക്ക് അടുത്ത് അങ്ങനെ ഒന്നും ചർച്ചയെ പറയാൻ കഴിയില്ല അഭിലാഷ്. അവിടെ നമുക്ക് എവിടെയാണ് പിഴവ്, ജാതിമത സമവാക്യങ്ങളെ ഏകോപിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് എവിടെ പിഴവ് പറ്റി, അത് ഞങ്ങൾ പാർട്ടി പരിശോധിക്കും. അത്തരം കാര്യങ്ങൾ പരിശോധിക്കും. ഞാൻ പറയാൻ വന്നത്, താങ്കൾക്കത് മനസ്സിലായോ എന്ന് എനിക്ക് സംശയമുണ്ട്, ആവർത്തിച്ചതുകൊണ്ടാണ്.
ഞാൻ പറഞ്ഞത് ഇന്ന് ഇന്ത്യൻ പൊതുസമൂഹം നേരിടുന്നതിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചവർ കർഷക സമൂഹമാണ്. ആ കർഷക സമൂഹത്തിൻ്റെ പ്രതിരോധവും പ്രതിഷേധവും അലയടിച്ചുയരുന്ന ഒരു സ്ഥലം. വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഓരോന്നും ഞാൻ എണ്ണി പറയുന്നില്ല. പക്ഷെ അത്തരം പ്രശ്നങ്ങൾ ഉയർക്കൊണ്ടതുകൊണ്ടാണ് BJPക്ക് പോലും അവർ ജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയാതെ പോയത്. അവർ പോലും ജയിക്കുമെന്ന്, അവരിത്രയും അവർക്കൊരു മുന്നേറ്റം ഉണ്ടാകുമെന്ന് അവർ പോലും പ്രതീക്ഷിച്ചില്ലല്ലോ. അപ്പം ജനത്തിൻ്റെ മനസ്സ് പഠിച്ച രാഷ്ട്രീയക്കാരനോ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാരോ അഭിപ്രായം പറയുന്നവരോ അവരുടെ മുഴുവൻ കണക്കും കൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് അവിടെ ഒരു ഫലം ഉണ്ടായിരിക്കുന്നു. അത് വല്ലാതെ അത്ഭുതപ്പെടുന്നു. അവിടെ കർഷകർ തോറ്റു, കോൺഗ്രസ് പാർട്ടി തോറ്റിട്ടുണ്ട്, പക്ഷേ കർഷകർ തോറ്റു, കായിക സമൂഹം തോറ്റു, സൈനിക സമൂഹം തോറ്റു എന്ന നിലയിലാണ് ഞാനിതിനെ കാണുന്നത്. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ ഒരു അട്ടിമറിയുണ്ട് എന്ന് സൂചിപ്പിക്കുന്നത് പൊതുവികാരം അങ്ങനെയാണ് എന്ന് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും വിശ്വസിച്ചിരുന്നു. ഇപ്പം കാശ്മീർ തൂക്കുമന്ത്രിസഭ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരുപാട് പേരുണ്ട്. കാശ്മീർ തൂക്കുമന്ത്രിസഭ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്, ഇല്ലേ? സംശയമുണ്ടോ? നമ്മൾ ആ പൊതുവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കാൻ പോയ അനിൽ ബോസ് 400 പാർ അടിക്കും NDA എന്ന് പൊതുവികാരം ഉണ്ടായിരുന്നില്ലേ? നാട്ടുകാരൊക്കെ അങ്ങനെ വിചാരിച്ചില്ലേ? എല്ലാ സർവേക്കാരും പറഞ്ഞില്ലേ? മാധ്യമങ്ങളിൽ വന്നിരുന്ന പണ്ഡിതന്മാരിൽ മിക്കവാറും പേരും ഒക്കെ പറഞ്ഞില്ലേ? എന്നിട്ട് അവർക്ക് 240 സീറ്റല്ലേ കിട്ടിയുള്ളൂ, 292 സീറ്റല്ലേ ഉള്ളൂ NDAക്ക്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമുക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് അങ്ങനെ വരണമായിരുന്നു എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? അത് അതല്ല അതും ഇതുമായിട്ട് തുലനം ചെയ്യാൻ കഴിയില്ല അഭിലാഷ്. അതും ഇതുമായിട്ട് എങ്ങനെയാണ് തുലനം ചെയ്യുന്നത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി 400 കിട്ടുമെന്ന് പറഞ്ഞ് പ്രചരണം നടത്തി അവരുടെ സൈബർ ഇടങ്ങളിലും BJPയുടെ ഹാൻഡിലുകളും അത് ഉപയോഗിച്ച് പ്രചരിപ്പിക്കുന്നത് പോലെ ഞങ്ങൾ പറഞ്ഞോ ഞങ്ങൾ 100 സീറ്റുമായിട്ട് അവിടെ അധികാരത്തിൽ വരും, ഞങ്ങൾ 80 സീറ്റുമായിട്ട് അധികാരത്തിൽ വരും എന്ന് ഞങ്ങൾ ഏതെങ്കിലും സൈബർ ഇടങ്ങളിലോ പ്രസ്താവനകളിലോ പ്രസംഗങ്ങളിലോ ഞങ്ങൾ പ്രചരിപ്പിച്ചോ? ഞങ്ങൾ അങ്ങനെയൊന്നും പ്രചരിപ്പിച്ചില്ല. ഹരിയാനയിൽ ഞങ്ങൾക്ക് അവിടുത്തെ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് പോയപ്പോൾ, കാർഷിക പ്രശ്നങ്ങൾ ഉയർത്തി മുന്നോട്ട് പോയപ്പോൾ ഹരിയാനയിൽ ഞങ്ങൾക്ക് അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയ സാഹചര്യമുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞു. ഞങ്ങൾ മാത്രമല്ല, അവിടെയാണ് പ്രശ്നം. ഞങ്ങളുടെ എതിരാളികൾ പോലും, ഞങ്ങളെ ഇപ്പോൾ തോൽപ്പിച്ച് ജയിച്ച് നിൽക്കുന്നവർ പോലും അവർക്ക് ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിഞ്ഞില്ല. കാരണം അവർക്കും കിട്ടിയ പൊതുജനങ്ങളുടെ പ്രതികരണം എന്ന് പറയുന്നത് അവർക്കെതിരാണ് എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചർച്ച, അതുകൊണ്ടാണ് അതായത് എന്തുകൊണ്ട് ഈ പറഞ്ഞ പൊതുജനാഭിപ്രായം റിഫ്ലക്ട് ചെയ്തില്ല എന്ന സംശയമാണ് കോൺഗ്രസിനുള്ളത്. ഓക്കെ, എനിക്ക് മനസ്സിലായി ആ പോയിന്റ്. അത് ജയറാം രമേശ് അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത്. എനിക്കൊരു ഇടവേള ഇപ്പോൾ അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയത്. ചർച്ചയിലേക്ക് വേണ്ടി. പക്ഷേ സന്ദീപ് വാര്യർ, കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന്റെ സൂചനയല്ലേ കാണിക്കുന്നത്? 2014 അമിത്ഷാ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന പ്രയോഗം ആദ്യം നടത്തുന്നത്. ആ 2014 കോൺഗ്രസിനെ സംബന്ധിച്ച് 20.7% മാത്രമായിരുന്നു കോൺഗ്രസിന്റെ വോട്ട് ഷെയർ. അന്ന് INLDക്ക്, അതായത് 2ാം സ്ഥാനത്ത് വന്ന കക്ഷിക്ക് 24.2% ഉണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് 21.8% ഉണ്ടായിരുന്നു. കോൺഗ്രസ് 4ാം സ്ഥാനത്ത് മാത്രമായിരുന്നു വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ. അവർ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 28.1 ഉയർത്തി. ഇപ്പോൾ നിങ്ങളോട് തൊട്ടടുത്ത് 39% മുകളിൽ വോട്ട് ഷെയർ 10 വർഷം കൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചുണ്ട്. അതായത് കോൺഗ്രസ് കളഞ്ഞെടുത്ത് നിന്ന്, പോയിടത്ത് നിന്ന് തിരികെ വന്നിരിക്കുന്നു. നിങ്ങൾക്കും അത്രയും വോട്ട് ഷെയർ ഉണ്ട്, നിങ്ങൾക്ക് വലിയ ശക്തി ഇല്ലാതിരുന്ന സ്ഥലമാണ്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന പരമ്പരാഗത രാഷ്ട്രീയ ശക്തികൾ അവരില്ലാതായിരിക്കുന്നു. 1% താഴെയാണ് JJPയുടെ ഒക്കെ വോട്ട് ഷെയർ. INLDയുടെ വോട്ട് ഷെയർ 5% താഴെയാണ്. ആപ്പ്, BSP പോലെയുള്ള കക്ഷികൾക്കൊന്നും പച്ച തൊടാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് വേഴ്സസ് BJP എന്നുള്ളതാണ് സാഹചര്യം. അപ്പോൾ നിങ്ങൾ 1ാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ തൊട്ടു പിന്നിൽ തന്നെ ഉണ്ട് കോൺഗ്രസ്. കോൺഗ്രസ് ഇല്ലാതായി പോയിട്ടില്ല. അല്ല, കോൺഗ്രസ് തിരിച്ചു വന്നോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് തിരിച്ചു വന്നിട്ടുണ്ട്. കോൺഗ്രസ് ഓഫീസിൽ വിജയം ആഘോഷിക്കാൻ പോയ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ലഡുവും ജിലേബിയൊക്കെ ഒക്കെ ആയിട്ട് തിരിച്ചു പോന്നിട്ടുണ്ട്. ആ വിജയ പരിപാടികളൊക്കെ അവസാനിപ്പിച്ചവർ തിരിച്ചു പോന്നിട്ടുണ്ട് എന്നാണ് ലൈറ്റർ നോട്ടിൽ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ജനാധിപത്യത്തിൽ 2ാം സ്ഥാനത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല, 1ാം സ്ഥാനത്തിന് മാത്രമാണ് പ്രസക്തിയുള്ളത്. അവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ കാര്യമാണ്. അവർക്ക് ജനാധിപത്യത്തിൽ പ്രവർത്തിക്കാനും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും ഒക്കെ അവകാശമുണ്ട്. ജനങ്ങളുടെ വിധി അവർക്ക് അനുകൂലമാണെങ്കിൽ അവർക്ക് ഭരിക്കാനും അവകാശമുണ്ട്. തൽക്കാലം ജനങ്ങളുടെ വിധി ഞങ്ങൾക്ക് അനുകൂലമാണ്. ആ ജനവിധി അംഗീകരിക്കാനുള്ള മാന്യത കോൺഗ്രസ് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ സമയത്തെ പരാതി, അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു വിഷമം എന്ന് പറയുന്നത്. കാരണം നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ എന്തൊക്കെ പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരു അന്തസ്സുണ്ട്. നമ്മുടെ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരു ലോകം മുഴുവനുള്ള ഒരു ബഹുമാനമുണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്. അതിനെ മുഴുവൻ ഇല്ലാതാക്കുന്ന രീതിയിൽ ഈ ജയറാം രമേശിനെ പോലെയുള്ള തീവ്ര ഇടത് ചിന്തകർ, കോൺഗ്രസിനകത്തുള്ളവർ, ഇവർ ഈ മൊത്തം സിസ്റ്റത്തെ അട്ടിമറിക്കാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വളരെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, ശ്രീ രാഹുൽ ഗാന്ധിയുടെയും ശ്രീമതി പ്രിയങ്ക ഗാന്ധിയുടെയും നിങ്ങൾ ട്വിറ്റർ ഹാൻഡിലുകൾ എടുത്ത് പരിശോധിക്കൂ, എക്സ് പ്ലാറ്റ്ഫോമിലെ ഹാൻഡിലുകൾ എടുത്ത് പരിശോധിക്കൂ. ഇത്ര പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്ര മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണവും 2 പേരുടെയും ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല. ഇത് അനിതര സാധാരണമായിട്ടുള്ള ഒരു സാഹചര്യമല്ലേ? കോൺഗ്രസ് പോലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നേതാക്കൾ
രാജ്യത്തെ പ്രധാനപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. കാശ്മീരിലേതും കഴിഞ്ഞു, ഹരിയാനയിലെയും കഴിഞ്ഞു. റിസൾട്ട് പുറത്തു വന്നു. ഈ നിമിഷം വരെ അവർ പ്രതികരിച്ചില്ല. അതെന്താ നമ്മളെന്താ മനസ്സിലാക്കേണ്ടത്? അവർ രണ്ടുപേരും ലോകത്തിൻ്റെ മറ്റേതോ കോണിൽ സുഖസുഷുപ്തിയിലാണ് എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. അവർ പ്രതികരിച്ചിട്ടേ ഇല്ല. അപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത്തരം പ്രധാനപ്പെട്ട ദിവസം പോലും കോൺഗ്രസിൻ്റെ രാജകുടുംബം പ്രതികരിക്കുന്നില്ലെങ്കിൽ അവർ ഇത്രത്തോളം സീരിയസ്നെസ് ആണ് ഇതിന് കൊടുത്തിട്ടുള്ളത്, അതല്ലെങ്കിൽ കോൺഗ്രസിന് ഇത്രത്തോളം സീരിയസ്നെസ്സേ കൊടുത്തിട്ടുള്ളൂ എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. അവർക്കിതിൽ പ്രതീക്ഷ കൈവിട്ടിരിക്കുന്നു. ശ്രീ അനിൽ ബോസിനെ പോലെയുള്ളവരെ ചാനലിൽ വന്നിരുന്ന് ന്യായീകരിക്കാൻ വിട്ടിട്ട് അവർ സുഖലോലുപതരായി ലോകത്ത് എവിടെയൊക്കെയോ കറങ്ങി നടക്കുകയാണ്. അവരുടെ ബിസിനസ് താല്പര്യങ്ങളുമായി കറങ്ങി നടക്കുകയാണ്. നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്താ? ഇപ്പോൾ അനിൽ ബോസ് പറയുന്നത് ഇത് പൊതുസമൂഹത്തിൻ്റെ വികാരം പ്രതിഫലിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലമല്ല ഉണ്ടായത് എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ കോൺഗ്രസ് ഒരു പാരലൽ വേൾഡിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും കോൺഗ്രസും ജീവിക്കുന്നത് ഒരു പാരലൽ വേൾഡിലാണ്. ആ പാരലൽ വേൾഡിൽ ജീവിക്കുന്ന ആളുകൾക്ക് വാസ്തവത്തിൽ ഗ്രൗണ്ട് ലെവലിൽ ഒരു ബന്ധവുമില്ല. അവർക്ക് അണ്ടർഗ്രൗണ്ടിലാണ് ബന്ധമുള്ളത്. അവർ ഭൂമിയുടെ അടിയിൽ അവരെ സംസ്കരിച്ചിരിക്കുകയാണ് ജനം. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതലത്തിൽ എന്താണ് നടക്കുന്നതെന്ന് സംബന്ധിച്ച് ഒരറിവുമില്ല. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒട്ടേറെ കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലത്തധികം നരേന്ദ്രമോദി സർക്കാർ ചെയ്തിട്ടുണ്ട്. ഹരിയാനയിലെ സർക്കാർ ചെയ്തിട്ടുണ്ട്. ഹരിയാന ഒരു കാലത്ത് പകൽ പോലും റോഡിൽ സഞ്ചരിക്കാൻ സാധിക്കാത്ത വണ്ണം ഹൈവേ റോബറി നടന്നിരുന്ന ഒരു സംസ്ഥാനമാണ്. ഇപ്പം നോക്കൂ, നമ്മുടെ ഇവിടെ കേരളത്തിൽ വന്ന് ATM റോബറി നടത്തിയ ആളുകൾ പോലും നമുക്കറിയാം ഹരിയാനയിൽ നിന്ന് കേരളത്തിൽ വന്നിട്ടാണ് റോബറി നടത്തുന്നത്. അവർക്കറിയാം കളവ് ചെയ്യാനും കൊള്ള ചെയ്യാനും പറ്റിയ സ്ഥലം ഒരുപക്ഷെ കേരളമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നായിരിക്കാം. പക്ഷേ ഹരിയാനയിൽ ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ കുറവാണ്. അവിടെ ക്രമസമാധാന നിലയുണ്ട്. അവിടെ വളരെ കാര്യങ്ങൾ നേരത്തേതിനേക്കാളും എത്രയോ നന്നാക്കാൻ അവിടുത്തെ മനോഹർലാൽ ഖട്ടർ ഗവൺമെന്റിനും അതിനുശേഷം വന്നിട്ടുള്ള ഗവൺമെന്റിനും സാധിച്ചു എന്നുള്ളതാണ് BJPക്ക് അനുകൂലമായിട്ട് അവിടെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റൊന്ന്, ഇപ്പോൾ നിങ്ങൾ കർഷക സമരം പറയുന്നു, അതല്ലെങ്കിൽ ഈ അഗ്നിവീറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, അതല്ലെങ്കിൽ ഈ കായിക താരങ്ങളുടെ പ്രശ്നങ്ങൾ പറയുന്നു. നോക്കൂ, ഈ മേഖലകളിലൊക്കെ അവിടെ BJPക്ക് നിങ്ങൾ ഉയർത്തിയിട്ടുള്ള നറേറ്റീവുകളെ തകർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കർഷക സമരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പറയുന്ന പോലെ യഥാർത്ഥ കർഷകരല്ല അവിടെ സമരം ചെയ്തതെന്ന് ഹരിയാനയിലെ ജനങ്ങൾക്കറിയാം. അവിടെ സമരം ചെയ്തിട്ടുള്ളത് ഇടനിലക്കാരായിട്ടുള്ള ആളുകളാണ്. കർഷകരെ ചൂഷണം ചെയ്ത് ജീവിച്ചിരുന്ന ഇടനിലക്കാരായിട്ടുള്ള ആളുകളാണ് സംഘർഷത്തിലേക്ക് കൊണ്ടുപോയതെന്നും രാജ്യവിരുദ്ധ ശക്തികൾ അത് മുതലെടുത്തു എന്നുള്ളതും അതിനേക്കാൾ ഉപരി ജനുവരി 26-ന് ചെങ്കോട്ടയിൽ കടന്നു എന്നുകൊണ്ട് നമ്മുടെ ആഗസ്റ്റ് 15-ന് ചെങ്കോട്ടയിലേക്ക് കടന്നു നമ്മുടെ ദേശീയ പതാക ചെയ്തതിന് എന്തിനാണ് ഈ 3 നിയമങ്ങളും പിൻവലിച്ചത്? അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കർഷകർക്ക് ഒരു പ്രശ്നവും ഇല്ലെങ്കിൽ അല്ല, നമ്മുടെ അതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നോക്കൂ, വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് അതിലെടുത്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്തരത്തിൽ പിൻവലിക്കുക എന്നുള്ളതല്ല, മറിച്ച് പഞ്ചാബ് പോലൊരു സംസ്ഥാനം വീണ്ടും ഖലിസ്ഥാൻ തീവ്രവാദികളുടെ നറേറ്റീവിലേക്ക് വീണു പോകരുത് എന്ന ദേശസുരക്ഷാപരമായിട്ടുള്ള ഒരു നിലപാട് അക്കാര്യത്തിൽ ഗവൺമെന്റ് സ്വീകരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പഞ്ചാബ് പോലെ സംസ്ഥാനത്ത് വീണ്ടും ഖലിസ്ഥാൻ തീവ്രവാദം ഉയർന്നു വരുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന ഒരു തോന്നൽ, ഖാലിസ്ഥാനികൾക്ക് ശക്തി കിട്ടുന്നൊരു തീരുമാനം ഉണ്ടാകരുത് എന്നൊരു തോന്നൽ കേന്ദ്ര സർക്കാർ എടുത്തു. അവിടെ ആ സമരത്തിൽ നേതൃത്വം കൊടുത്താലും നുഴഞ്ഞു കയറിയതായാലും അതിൻ്റെ ഫണ്ടിങ് എങ്ങനെയായിരുന്നു, ഇതൊക്കെ സംബന്ധിച്ച വലിയ ആശങ്കകളുണ്ട്. രാജ്യസുരക്ഷയാണ് പരമപ്രധാനം എന്ന ചിന്തയിൽ നിന്നാണ് അത് പിൻവലിക്കപ്പെട്ടിട്ടുള്ളത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അഗ്നിവീറുമായി ബന്ധപ്പെട്ട ഇവരുടെ പ്രചരണം അത് പാടെ തിരസ്കരിക്കപ്പെട്ടില്ലേ? ഹരിയാന എന്ന് പറയുന്ന സംസ്ഥാനം നമുക്കറിയാം, അവിടെ എല്ലാ വീട്ടിലും ഒന്നുകിൽ സൈനികരുണ്ടായിരിക്കും അല്ലെങ്കിൽ വിമുക്ത ഭടനുണ്ടായിരിക്കും. ആ സംസ്ഥാനത്ത് പോയി അഗ്നിവീർ പദ്ധതിക്കെതിരായിട്ട് രാഹുൽ ഗാന്ധി പ്രചരണം നടത്തുന്നു. അത് മാത്രമല്ല, വലിയ നുണപ്രചരണം അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. അത് മാത്രമല്ല, രാജ്യത്തെ സൈന്യത്തെ തന്നെ അവഹേളിക്കുന്ന എത്രയോ പരാമർശങ്ങൾ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഞാൻ നേരത്തെ തന്നെ കോൺഗ്രസിൻ്റെ ഒരു പ്രമുഖ നേതാവിനോട് വ്യക്തിപരമായ സംഭാഷണത്തിൽ പറഞ്ഞതാണ്, നിങ്ങൾ എപ്പോഴാണ് 2019 തെരഞ്ഞെടുപ്പ് തോറ്റെന്നറിയോ? 2019 മുമ്പ് JNUവിലേക്ക് കടന്നു ചെന്ന് ഭാരത് തേരെ തുക്കടേ ഹോങ്കെ ഇൻഷാ അല്ലാ ഭാരത് കി ബർബാദി തക് ജംഗ് രഹേഗി അഫ്സൽ ഹം ഷർമിന്ദ ഹേ തേരാ കാതിൽ സിന്ദാ ഹേ എന്നൊക്കെ മുദ്രാവാക്യം വിളിച്ച രാജ്യവിരുദ്ധ ശക്തികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ശശി തരൂരും രാഹുൽ ഗാന്ധിയും എന്ന് JNUവിലേക്ക് കടന്നു ചെന്നോ അന്ന് നിങ്ങൾ തോറ്റു. ഈ സംസ്ഥാനങ്ങളിലൊക്കെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് കോൺഗ്രസ് അന്ന് ഇല്ലാതായി പോയി. കാരണം ആത്യന്തികമായി ജനങ്ങൾ, വലിയ ദേശസ്നേഹികളായിട്ടുള്ള ജനങ്ങൾ, വലിയ തോതിൽ രാജ്യസ്നേഹികളായിട്ടുള്ള ജനങ്ങൾ, സൈന്യത്തോട് വലിയ മതിപ്പുള്ള ഒരു വിഭാഗം ജീവിക്കുന്ന ഒരു പ്രദേശത്ത് കടന്നു ചെന്ന് സൈന്യത്തിനെതിരായിട്ടുള്ള നറേറ്റീവ് പറയുന്നു. നിങ്ങൾ സൈന്യത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു. കരസേന മേധാവിയെ തെരുവ് ഗുണ്ട എന്ന് വിളിക്കുന്നു. സർജിക്കൽ സ്ട്രൈക്കിന് തെളിവ് ചോദിക്കുന്നു. എയർ സ്ട്രൈക്കിന് തെളിവ് ചോദിക്കുന്നു. പാകിസ്ഥാന്റെ നറേറ്റീവിന് അനുകൂലമായിട്ട് ഇവിടെ കാര്യങ്ങൾ പറയുന്നു. ചൈനയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇതൊക്കെ കാണുന്ന ജനങ്ങൾ, യുവാക്കൾ നിങ്ങളെ തിരസ്കരിച്ചിട്ടില്ലെങ്കിൽ അല്ല അത്ഭുതമുള്ളൂ. മറ്റൊന്ന്, ഒരു മിനിറ്റ്, കായിക താരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യം. നമ്മുടെ രാജ്യത്തെ കായിക താരങ്ങൾ എന്ന നിലയ്ക്ക് ഒളിമ്പിക്സിൽ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ ദൗർഭാഗ്യകരമായ രീതിയിൽ വിനീഷ് ഫോഗട്ടിന് അവിടെ മെഡൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി.
നമുക്കൊക്കെ വലിയ വിഷമ കാര്യത്തിലുണ്ട്. നമ്മുടെ ഗവൺമെൻറ് അക്കാര്യത്തിൽ വളരെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള കാര്യമില്ല. ഒളിമ്പിക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, അവിടുത്തെ നിയമങ്ങളാണ്. നമ്മുടെ ഗവൺമെൻറ് പ്രത്യേകിച്ച് അതിലൊരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് വലിയ സഹതാപം വിഷമമുണ്ട്. പക്ഷേ ഒളിമ്പിക്സ് നടക്കുന്ന ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ്റിന് അതിലെന്തോ പങ്കാളിത്തമുണ്ട്, നമ്മുടെ രാജ്യത്തെ ഗവൺമെൻറ് ഗൂഢാലോചന നടത്തിയിട്ടാണ് വിനീഷ് ഫോഗട്ടിന് മെഡൽ നഷ്ടപ്പെട്ടതെന്ന രീതിയിൽ പാർലമെന്റിലടക്കം ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ നാണം കെടുത്താൻ വേണ്ടി രാഹുൽ ഗാന്ധിയും സംഘവും നേതൃത്വം നൽകിയില്ലേ? ഇതൊക്കെ കാണുന്ന ഹരിയാനയിലെ ജനങ്ങൾ നിങ്ങൾ പറയുന്ന നറേറ്റീവ് വിശ്വസിക്കുമെന്ന് നിങ്ങൾ കരുതരുത്. നിങ്ങളിപ്പോൾ ഈ എന്താ പറയുക, എല്ലാ ജനങ്ങളുടെയും മസ്തിഷ്കത്തിന്റെ കുത്തവകാശം ഞങ്ങളുടേതാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾക്ക് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കാനും ജനങ്ങൾക്കിടയിൽ പ്രചരണം നടത്താൻ ഞങ്ങളുടേതായ മെഷീനറി ഉണ്ട്. ആ മെഷീനറി പറയുന്നത് ജനങ്ങളെ ഏറ്റെടുത്തു. ആ മെഷീനറിയുടെ വിജയമായിട്ടാണ് BJP കാണുന്നത്. എന്തായാലും ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ BJP ആസ്ഥാനത്തെത്തിയതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തോതിലുള്ള പാർട്ടി പ്രവർത്തകരുടെ ആൾക്കൂട്ടം പ്രധാനമന്ത്രിയെ കാണാനുണ്ട്. അദ്ദേഹം പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും അല്പസമയത്തിനകം. ഇപ്പോൾ അഭിവാദ്യം ചെയ്യുകയാണ്. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് ഇതൊരു അപ്രതീക്ഷിത വിജയം എന്ന് പറയാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP പരാജയപ്പെടുമെന്നായിരുന്നു പൊതുവെ ഉണ്ടായിരുന്ന ചിന്ത. പക്ഷേ അതിനെ മറികടന്ന് ഹരിയാനയിൽ ചരിത്രത്തിൽ ഇതുവരെ നേടിയിട്ടുള്ള ഏറ്റവും വലിയ വിജയം BJP നേരിടുന്നത് തീർച്ചയായും പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇന്ന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ചത്ര വിജയം നേടാൻ കഴിയാതെ പോയൊരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പുകൾ തോറ്റാൽ അത് സർക്കാർ ദുർബലമാണ് എന്നൊരു നറേറ്റീവ് ഉണ്ടാക്കുമായിരുന്നുവെങ്കിൽ അതിനെ തിരിച്ചുപിടിക്കാൻ, അതിനെ റിവേഴ്സ് ചെയ്യാൻ ഈ വിജയം ഒരു പക്ഷേ BJPക്ക് സഹായകരമാകും. എന്തായാലും പ്രധാനമന്ത്രി സംസാരിക്കുമ്പോൾ അതിലേക്ക് പോകും. ഡോക്ടർ ജി ഗോപകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ഡോക്ടർ ഗോപകുമാർ, ഹരിയാന തെരഞ്ഞെടുപ്പ് സംസാരിക്കുമ്പോൾ വളരെ ശക്തമായ ആന്റി ഇൻകംബൻസി അവിടെ ഉണ്ട് എന്നാണ് എല്ലാവരും വിലയിരുത്തിയിരുന്നത്. എല്ലാ സർവേ ഏജൻസികളും എല്ലാ എക്സിറ്റ് പോളുകളും അവിടെ ഭരണവിരുദ്ധ വികാരവും അതുവഴിയുള്ള കോൺഗ്രസിന്റെ തിരിച്ചുവരവും പ്രവചിച്ചു. എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ളതാണ് താങ്കളുടെ അനുമാനം? ഇത്ര വലിയൊരു വിജയം BJP തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. തെരഞ്ഞെടുപ്പ് പഠനങ്ങൾ നടത്തുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയ സ്വാധീനം കടന്നു വരാതെ നോക്കണം എന്നുള്ളതാണ്. ഇന്ന് ശശി തരൂർ ഒരു ചർച്ചയിൽ ഡൽഹിയിൽ നിന്ന് പറഞ്ഞത് ഈ തിരഞ്ഞെടുപ്പ് പഠനം ഒരു വ്യവസായമായി അധപ്പതിച്ചതിൻ്റെ കുഴപ്പമാണ്, അതല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ്റെ കുഴപ്പങ്ങളൊന്നും അല്ല ഈ തിരിച്ചടിക്ക് കാരണമെന്നാണ്. എന്തായാലും പൂർണ്ണമായ റിസൾട്ട് വരട്ടെ എന്നുകൂടി അദ്ദേഹം പാർലമെൻറ്റിൻ്റെ മുമ്പേ ഇരുന്ന് ഇന്ന് സംസാരിച്ചത് നമ്മൾ ടെലിവിഷനിൽ കൂടി കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ സംഭവിച്ചത് മൈക്രോ മാനേജ്മെൻറ്റ് നടത്തുന്നതിൽ കോൺഗ്രസിനേക്കാൾ കൂടുതൽ നൈപുണ്യം കാണിച്ചത് BJP ആണ് എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ് ശ്രമിച്ച ഒരു പ്രധാന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ജാട്ട് വിഭാഗത്തെയും ദളിത് വിഭാഗത്തെയും കൂട്ടിയാൽ ഭൂരിപക്ഷമായി എന്നുള്ളൊരു കണക്കുകൂട്ടലാണ്. ആ കണക്കുകൂട്ടൽ ഇവിടെ പാടെ പരാജയപ്പെട്ടു. ജാട്ട് മേഖലയിൽ പോലും BJPക്ക് ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. രണ്ടാമത് കോൺഗ്രസ്സിനെ പറ്റിയ അബദ്ധം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കണക്കുകൾ തീർച്ചയായിട്ടും ഉണ്ട്. സാങ്കേതികപരമായിട്ട് ഒരു ചതുഷ്കോണ മത്സരം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സാങ്കേതികപരമെന്ന് പറയാൻ പറ്റുള്ളൂ, സബ്സ്റ്റാൻറ്റീവ് എന്ന് പറയാൻ പറ്റില്ല. കാരണം വളരെ 2%, 1.5% വോട്ടുകളെ മറ്റ് പാർട്ടികൾക്ക് കിട്ടി. INDLനും അതോടൊപ്പം ആം ആദ്മി പാർട്ടിക്കുമൊക്കെ വളരെ ചെറിയ വോട്ടേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ അത് വോട്ട് കട്ടറായി പ്രവർത്തിക്കുകയും കോൺഗ്രസ്സിന് അത് കാര്യമായി ദോഷം ചെയ്യുകയും ചെയ്തു. എന്നാൽ കോൺഗ്രസിൻ്റെ വോട്ടിംഗ് ശതമാനവും BJPയുടെ വോട്ടിംഗ് ശതമാനവും തമ്മിൽ 1% താഴെയുള്ള വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ ഈ അടിയൊഴുക്കുകൾ നന്നായി മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി എഫക്റ്റീവായി ചെയ്യാൻ BJPക്ക് കഴിഞ്ഞു. കട്ടർമാർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകളുടെ സാന്നിധ്യം നെഗ്ലിജിബിൾ അല്ലേ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിയാന പരമ്പരാഗതമായി 3ാമതും 4ാമതും ഒക്കെ ശക്തികളുള്ള സംസ്ഥാനമാണ്. മുൻ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഇപ്പോൾ INLDക്ക് 20% മുകളിൽ വോട്ടുണ്ടായിരുന്നു, JJPക്ക് 14% വോട്ടുണ്ടായിരുന്നു, അതേഴ്സ് എന്ന കോളത്തിൽ 21% വോട്ടുണ്ടായിരുന്നു. ഈ തവണ അതെല്ലാം മാറി. ഇപ്പോൾ 1% താഴെയാണ് JJPയുടെ വോട്ട്, 5% താഴെയാണ് INLDയുടെ വോട്ട്, 1% കടക്കാൻ ആപ്പിന് കഴിയുന്നില്ല. അതായത് കോൺഗ്രസും BJPയും തമ്മിലുള്ള ഡയറക്റ്റ് ഫൈറ്റിൽ മറ്റ് ശക്തികൾ അവിടെ തീർത്തും അപ്രസക്തരായി പോവുകയല്ലേ ഉണ്ടായത്? അത് സത്യമാണ്. ബൈപോളാർ പൊളിറ്റിക്സിലേക്ക് അത് വന്നു. അതാണ് ഞാൻ സാങ്കേതികപരം ആണ് ചതുഷ്കോണം എന്ന് പറഞ്ഞത്. സബ്സ്റ്റാൻറ്റീവ് അല്ല, സാങ്കേതികപരമാണ്. അതാണ് സബ്സ്റ്റാൻറ്റീവ് അല്ല എന്നുള്ളതിനെയാണ് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിവരിച്ചത്. ഞാനതിനോട് യോജിക്കുന്നു. പക്ഷേ സാങ്കേതികപരമായിട്ട് അപ്പോഴും ഒരു യൂണിറ്റി കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, പലയിടത്തും ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിൽ നേരിയ വ്യത്യാസമേ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഇന്ത്യ സഖ്യം എന്നുള്ള നിലയിലുള്ള ഒരു യൂണിറ്റി അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ആ നിലയ്ക്ക് ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയുടെ നേതാവ് ഇന്ന് അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ആർക്കും അമിതവിശ്വാസം വേണ്ട, അമിതവിശ്വാസം അപകടത്തിൽ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിലുള്ളൊരു ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു ഉണർവ്
ഹരിയാനയിൽ ഉണ്ടായിരുന്നില്ല. കോൺഗ്രസ് ഓവർ കോൺഫിഡൻ്റ് ആയതാണ് തിരിച്ചടിക്ക് കിട്ടി. ഇത് ഒരു വശം ഞാനത് പൂർണ്ണമായിട്ട് അത് മാത്രമാണ് വിജയിക്കാൻ കാരണമായി എന്ന് പറയുന്നില്ല. മറിച്ച് ക്ഷേമ പദ്ധതികൾ നടത്തുന്നതിൽ കുറച്ചുകൂടി വിജയിക്കാൻ അവസാന കാലഘട്ടത്തിൽ BJPക്ക് കഴിഞ്ഞു. 200 ദിവസത്തിന് താഴെയുള്ള സമയത്താണ് മുഖ്യമന്ത്രിയെ മാറ്റിയത്. എന്നാൽ പോലും സ്ത്രീകൾക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നന്നായി കൊടുക്കുന്നതിന്, ക്ഷേമ പദ്ധതികൾ കൊടുക്കുന്നതിന്, ആ നിലയ്ക്ക് സ്ത്രീകളുടെ വിശ്വാസം നേടിയെടുക്കുന്നതിന് ഒരുപക്ഷെ ആ സ്ത്രീകളുടെ വോട്ടാണ് കൂടുതൽ BJPക്ക് ഒരു ടേണിംഗ് പോയിൻ്റായിട്ട് ഒരു തുറുപ്പ് ചീട്ടായിട്ട് മാറി എന്നുള്ളത് മനസ്സിലായി. അതിൻ്റെ അർത്ഥം ക്ഷേമ പദ്ധതികളും ഫ്രീ ബീസും എല്ലാം നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞു. അതാണ് ആൻറ്റി ഇൻകംബൻസിയെ കുറച്ചത്. ഈ ആൻറ്റി ഇൻകംബൻസിയെ കുറയ്ക്കുമ്പോഴും ഞാൻ വോട്ടിംഗ് ശതമാനം നമ്മൾ തള്ളിക്കളയണ്ട. 39.something. അപ്പോൾ ഈ ബാക്കി 20% വോട്ട് വെളിയിൽ കിടക്കുകയാണ്. താങ്കൾ പറഞ്ഞ പോലെ പഴയ കാലത്തും ഇതുപോലെ 4 കക്ഷികളോ 5 കക്ഷികളോ ഒക്കെ മത്സരിച്ചിരുന്നു. ആ വോട്ട് കട്ടർ ഫിനോമിന ഉണ്ടായിരുന്നപ്പോഴും ഇപ്പോഴുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്യുന്നൊരു ഗവൺമെൻറ്റിന് ആൻറ്റി ഇൻകംബൻസി ഉണ്ടാകുമെന്നുള്ള ആ കണക്ക് കൂട്ടൽ ഇഗ്നോർ ചെയ്തുകൊണ്ട് തനിച്ച് മത്സരിക്കാം, അപ്പന മത്സരിക്കാം എന്നുള്ള, സ്വന്തം കാലിൽ നിൽക്കാമെന്നുള്ള അമിത വിശ്വാസം, അതാണ് ഒരു പരിധി വരെ തിരിച്ചടിച്ചത്. മറുവശത്ത് കേന്ദ്ര ഗവൺമെൻറ് നമുക്കറിയാവുന്നതാണ്, ഡൽഹിക്ക് വളരെ അടുത്താണ് ഹരിയാന. BJPയുടെ പരമ്പരാഗതമായൊരു സംസ്ഥാനമല്ല. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് പറയുന്ന പോലെ, ഗുജറാത്ത് പറയുന്ന പോലെ ഒരു സംസ്ഥാനമല്ല. പക്ഷേ ഉത്തരേന്ത്യയിൽ BJPക്ക് ഹരിയാന നഷ്ടപ്പെട്ടാൽ അത് ഒരു വലിയ തിരിച്ചടിയാവും. വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളെ കൂടുതൽ ബാധിക്കും. അതുകൊണ്ട് തന്നെ BJPയുടെ ലോക്കൽ ലീഡർഷിപ്പും നാഷണൽ ലീഡർഷിപ്പും വളരെ സീരിയസ് ആയിട്ട് അതിനെ എടുക്കുകയും സൂക്ഷ്മതലത്തിൽ മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ സ്ഥാനാർത്ഥികൾ നിശ്ചയിക്കുന്നതിലും പ്രകടന പത്രികകൾ അവതരിപ്പിക്കുന്നതിലുമെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ചതും BJPക്ക് ആൻറ്റി ഇൻകംബൻസി BJPയുടെ തെരഞ്ഞെടുപ്പ് യന്ത്രം വളരെ ഫലപ്രദമായി ചലിച്ചു. തീർച്ചയായും അതിനോട് ഞാനും യോജിക്കുകയാണ്. BJP ഒരു പോൾ മെഷീനാണ് എന്ന് പറയാം. കോൺഗ്രസിന് ആ പ്രൊഫഷണലിസം ഇല്ല. കോൺഗ്രസ് ഇപ്പോഴും ഒരു ആൾക്കൂട്ട പാർട്ടിയാണ്. BJP ഒരു കേഡർ പാർട്ടിയാണ്. BJPയെ സംബന്ധിച്ച് മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന ഒരു നേതൃത്വം ഉണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാണ് എന്ന അവസ്ഥയുണ്ട്. അങ്ങനെ പല വിഷയങ്ങൾ അതിനകത്തുണ്ട്. ഞാൻ കാശ്മീരിലേക്ക് കൂടി ഒന്ന് പറയുന്നത്, ഡോക്ടർ ഫസൽ ഗഫൂർ, കാശ്മീരിൽ നിന്ന് പലരും പ്രതീക്ഷിച്ചത് ഒരു ഹംഗ് അസംബ്ലിയാണ്. അതിന് കാരണവുമുണ്ട്. പക്ഷേ നമുക്ക് കോൺഗ്രസ് 32 സീറ്റിൽ മത്സരിച്ചെടുത്ത് 6 സീറ്റേ കോൺഗ്രസ് ജയിച്ചിട്ടുള്ളൂ എന്ന് കാണണം. കശ്മീർ താഴ്വരയെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ നാഷണൽ കോൺഫറൻസ് നടത്തിയിട്ടുള്ള ഗംഭീരമായ പ്രകടനമാണ് അവിടെ സ്റ്റേബിളായ ഒരു ഗവൺമെന്റിനെ ഉണ്ടാക്കുന്നത്. എഞ്ചിനീയർ റാഷിദിന്റെ അവാമി ഇത്തിഹാദിനോ ജമാഅത്തെ ഇസ്ലാമിക്കോ സജ്ജാദ് ലോണിനോ PDPക്കോ കൂടുതൽ സീറ്റ് നേടാൻ കഴിഞ്ഞിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് ഈ മാൻഡേറ്റിനെ ഒരു തരത്തിൽ ശിഥിലീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ അവിടെ ഒരു ഹംഗ് അസംബ്ലി ഉണ്ടാവേണ്ടതാണ്. ശരിക്കും അവിടെ ഒരു ഭരണം ഉണ്ടാകുന്നു, സ്റ്റേബിളായ ഭരണം ഉണ്ടാകുന്നു എന്നതിന്റെ ക്രെഡിറ്റ് ഒമർ അബ്ദുള്ളക്കല്ലേ? ഞാൻ വളരെ സന്തോഷവാനമാണ്. എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന കുടുംബം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷെയ്ഖ് അബ്ദുള്ള, ഫാറൂഖ് അബ്ദുള്ള, ഉമർ അബ്ദുള്ള, ആ കുടുംബമാണ്. ആ കുടുംബം വരുന്നത് PDP വരുന്നതിനെക്കാട്ടും നേരത്തെ നിങ്ങൾ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമി ഒന്നും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ലാന്നേ. അപ്പോൾ അവർ വെറുതെ കയറി മത്സരിച്ച് 10 സീറ്റ് മത്സരിച്ച് എല്ലാം തോറ്റത്. അതേമാതിരി തന്നെ ഈ ഗുലാം നബി ആസാദ് അവിടെ പോയിട്ടൊരു പാർട്ടി ഉണ്ടാക്കി, അതിനും ഒരു സീറ്റും കിട്ടിയില്ല. അപ്പോൾ ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ വളരെ സന്തുഷ്ടം. എന്താ പറയുക, എന്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആതിഷ ചീനാർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഖ് അബ്ദുള്ളയുടെ ആത്മകഥ പഠിക്കുമ്പോൾ അറിയാം അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഇന്ത്യയോടെ ഉള്ള. അതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. 52 അഭിപ്രായ വ്യത്യാസം. അതുകൊണ്ട് നമ്മൾ പിടിച്ച അദ്ദേഹത്തെ ദീർഘകാലം പിടിച്ച് ജയിലിലൊക്കെ ഇട്ടിട്ടുണ്ട്. അതേമാതിരി പലപ്പോഴും മന്ത്രിസഭകളൊക്കെ നമ്മൾ പിരിച്ചുവിട്ടിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ മണിപ്പൂരിലും മിസോറാമിലും നാഗാലാൻഡിലും പഞ്ചാബിൽ ബിന്ദർവാലയുടെ കാലഘട്ടത്തിൽ ഇതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇനി അതിൽ 2 പ്രശ്നങ്ങൾ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ഒരു പ്രശ്നമുള്ളത് അതിൻ്റെ സംസ്ഥാനം സ്റ്റേറ്റ്ഹുഡ് എന്ന് തിരിച്ചു കൊടുക്കും. സുപ്രീം കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ന സമയം കൊണ്ട് ഇലക്ഷൻ നടത്തണം, ഇന്ന സമയം കൊണ്ട് അതിൻ്റെ സ്റ്റേറ്റ്ഹുഡ്, അതായത് സംസ്ഥാനത്ത് പദവി തിരിച്ചു നൽകണം. ഈ 2 സംസ്ഥാനങ്ങളും ജമ്മു ഇതായിട്ട്. അപ്പോൾ ഒരു കാര്യം എന്താ, ജമ്മുവിലെ MLA-മാർ ഭൂരിപക്ഷവും BJPയിൽ നിന്നാണ്, കോൺഗ്രസിൽ നിന്ന് ആരുമില്ല. 1-2 പേരേ ഉള്ളൂ, 3-4 പേരേ ഉള്ളൂ. അപ്പുറത്തെ ഭാഗത്തു നിന്നുള്ളത് NC ആണ്. അപ്പോൾ അതുകൊണ്ട് അത് ഒരു ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത് ഈ നോമിനേഷനിലൊരു പ്രശ്നം വരുന്നുണ്ട്. 5 പേരെ നോമിനേറ്റ് ചെയ്യുക ലെഫ്റ്റനൻറ്റ് ഗവർണർക്കുണ്ട്. അത് ഞാൻ ആ വിഷയം പഠിച്ചപ്പോൾ നമുക്കറിയാവുന്ന ഒരു വിഷയമാണ്. കാരണം കേരള അസംബ്ലിയിൽ മുമ്പ് കാലഘട്ടത്തിൽ നമുക്ക് ഈ ഒരു അസംബ്ലിയിൽ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ടായിരുന്നു. ആ പ്രതിനിധിക്ക് വോട്ടിങ്ങിനുള്ള എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്നു.
അതേമാതിരി വേറെ ചില സംസ്ഥാനങ്ങളിലുണ്ടായിരുന്നു. നമുക്കറിയാം ഫ്രാങ്ക് ആന്റണി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ CPM-ൻ്റെ ജോൺ ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അത് എടുത്തു കളഞ്ഞു നമ്മുടെ ഒരു അമെൻമെൻറ്റ് കാരണം. പക്ഷേ ഇത് നിലനിൽക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ നിലനിൽക്കുമ്പോൾ അവരും കൂടെ വരുമ്പോൾ ഭൂരിപക്ഷത്തിൽ കുറച്ചും കൂടെ വ്യത്യാസങ്ങളൊക്കെ വരും എന്നുള്ളതാണ്. ഏതായാലും അത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് ആരായാലും വളരെ കാര്യക്ഷമമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നം, കാശ്മീർ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം. കാരണം ഇന്ത്യയുടെ ഭരണഘടനക്കുള്ളിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള പാർട്ടിയാണ് നാഷണൽ കോൺഫറൻസ്. പിന്നെ ആർട്ടിക്കിൾ 370 സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു പ്രശ്നമല്ല. കാരണം ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞത് നമ്മുടെ അതിൻ്റെ പ്രക്രിയ നമ്മൾ അംഗീകരിക്കണ്ടോ ഇല്ലേ എന്നുള്ളത്, ഞാനും അംഗീകരിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ വിഷയമാണ്. പക്ഷേ നമ്മുടെ സുപ്രീം കോടതി അത് അംഗീകരിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് കാശ്മീരിൽ നമുക്ക് ശാന്തമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആവും കാശ്മീർ പഴയമാതിരി ആവും എന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. ഞാൻ കാശ്മീരിൽ പഠിച്ചതാണ്. അപ്പോൾ തെറ്റായ ഒരു ധാരണയാണ് പുറത്തുനിന്നുള്ളവർക്ക് കാശ്മീരിൽ പഠിക്കാൻ പറ്റില്ല, പുറത്തുനിന്നുള്ളവർക്ക് ഭൂമി വാങ്ങാൻ പറ്റില്ല എന്നൊക്കെ പണ്ട്. ആ തെറ്റാണ്. ഞാൻ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ശ്രീനഗറിൽ തന്നെയാണ് പഠിച്ചത്. എൻ്റെ കൂടെ കേരളത്തിൽ നിന്നുള്ള വേറെ 2-3 വിദ്യാർത്ഥികളുണ്ടായിരുന്നു, പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കോട്ട ഉണ്ടായിരുന്നു, ഔട്ട്സൈഡ് സ്റ്റേറ്റ്. അപ്പോൾ അത് ആ കാലത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മൾ തെറ്റായ ന്യൂസുകൾ കാശ്മീരിനെ പറ്റി പരത്തുന്നത് ആര് പരത്തിയെന്നുള്ളതല്ല, പരത്തിക്കൊണ്ടിരിക്കുന്നത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആ നിലക്ക് കാശ്മീരിന് ഒരു സ്ഥിരതയുള്ള ഒരു ഭരണമാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ബുദ്ധിയോടെ പ്രവർത്തിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും അത് ഒരു ശ്രദ്ധേയമായ ഒരു വിധിയെഴുത്തായി എന്നുള്ളത് കാണണം. കാശ്മീരിനെ സംബന്ധിച്ച് രാഷ്ട്രീയ അനിശ്ചിതത്വം ഇല്ല, സ്റ്റേബിളാണ് എന്നുള്ളത്. ശ്രീ അനിൽ ബോസ്, ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നോക്കൂ, മുമ്പോട്ട് പോകുമ്പോൾ ഈ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ജയിച്ചിരുന്നെങ്കിൽ മഹാരാഷ്ട്രയ്ക്ക് അതൊരു ദിശാസൂചകമായ ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. യോഗേന്ദ്ര യാദവ് അഭിപ്രായപ്പെട്ടത് ഈ 2 തെരഞ്ഞെടുപ്പുകൾ, അതായത് ഹരിയാന അതുപോലെ തന്നെ ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പുകൾ BJP തോക്കുന്നു, അതിനുശേഷം മഹാരാഷ്ട്ര തോക്കുന്നു, ജാർഖണ്ഡ് തോക്കുന്നു, അത് കഴിഞ്ഞ് ബീഹാർ കൂടി തോറ്റാൽ നരേന്ദ്രമോദിയുടെ കൗണ്ട് ഡൗൺ തുടങ്ങുമെന്നാണ്. പക്ഷേ ആ നറേറ്റീവ് നേരെ തിരിക്കാൻ ഞങ്ങളാണ് ഇപ്പോഴും പോൾ പൊസിഷനിലെന്ന് പറയാൻ BJPക്ക് ഒരു അവസരം ഉണ്ടായിരിക്കുകയാണ്. ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ നാഷണൽ കോൺഫറൻസിന് അവകാശപ്പെടാനുണ്ട്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ പ്രകടനം ആശാവഹമായിരുന്നോ? പ്രതീക്ഷയ്ക്കൊത്തുയർന്നോ? അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. ഒരു മുന്നണി സംവിധാനത്തിൽ സീറ്റ് ഡിവൈഡ് ചെയ്യുന്നത് വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് മത്സരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റർ എവിടെയാണ്? ജമ്മു കേന്ദ്രീകരിച്ചാണ് ഞങ്ങൾ മത്സരിച്ചത്. ഞങ്ങൾക്ക് സീറ്റ് ഡിവൈഡ് ചെയ്തപ്പോൾ കൂടുതൽ ജയസാധ്യതയുള്ള സീറ്റുകൾ ഞങ്ങൾ ഡിവൈഡ് ചെയ്തത് മുന്നണി സഖ്യത്തിൻ്റെ ഭാഗമായി നാഷണൽ കോൺഫറൻസിനാണ്. അതിലൊന്നും ഞങ്ങൾ കുറവ് കാണുന്നില്ലെന്നേ. ഞങ്ങളൊരു മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. ആ മുന്നണിയിൽ കൂടുതൽ വിജയസാധ്യതയുള്ള സീറ്റിലാണ് നാഷണൽ കോൺഫറൻസിൽ മത്സരിക്കാൻ കഴിഞ്ഞത്. ഞങ്ങൾ കൂട്ടായി പരിശ്രമിച്ചു. ജമ്മുവിനെ സംബന്ധിച്ചിടത്തോളം ഫസൽ ഗഫൂർ അവർ പറഞ്ഞത് ശരിയാണ്. ജമ്മുവിൽ ഞാൻ അതുവഴി പോയ ഒരാളാണല്ലോ, അതുവഴിയെല്ലാം നടന്നു പോയ ഒരാളാണ്. അപ്പം എനിക്കവിടെ ഞാൻ പോയി രഘുനാഥ ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങൾ, നല്ലൊരു ക്ഷേത്ര നഗരിയാണത്. അപ്പോൾ ആ ക്ഷേത്ര നഗരിയും അവിടെ തന്നെ ഈ മലയാളികളായിട്ടുള്ളവരടക്കമുള്ള എത്രയോ നൂറുകണക്കിന് ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ ഇപ്പോഴും പഠിക്കുന്നുണ്ട്, ഇപ്പോഴും വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല കാശ്മീരിനെ കുറിച്ച് ഇന്ത്യൻ പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ ചിത്രീകരിച്ച് വെച്ചിരുന്നത്. അതിനൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് കൂടുതൽ ആളുകൾക്ക് അവയർനെസ് ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് നല്ല കാര്യം. അവിടെ മുന്നണിയായി മത്സരിച്ചു, മുന്നണി ജയിച്ചു. ഞങ്ങൾ 37 സീറ്റ് മത്സരിച്ചവരാണ്. ഞങ്ങൾക്ക് 6 സീറ്റേ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫൈറ്റിംഗ് സീറ്റിലാണ് മത്സരിച്ചത്. ഞങ്ങൾ വളരെ ശക്തമായ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഏരിയയിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ഞങ്ങളുടെ ഷുവർ സീറ്റുകളിലല്ല ഞങ്ങൾ പലയിടത്തും മത്സരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ സീറ്റ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ മുന്നണിയായി മത്സരിച്ചു. നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്ന സാഹചര്യം വന്നിരിക്കുന്നത് അത് വലിയ കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചും വലിയ കാര്യമാണ് അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഞാൻ ഈ ആക്ഷേപം പറയുകയാണെങ്കിൽ, ഞാൻ വീണ്ടും ആക്ഷേപത്തിലേക്ക് പോകാനല്ല, ആക്ഷേപം പറയുകയാണെങ്കിൽ നിങ്ങൾ കാശ്മീർ ഉൾപ്പെടെ അന്വേഷിച്ചു. ഹരിയാനയിൽ ഇലക്ഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രശ്നങ്ങൾ പറയുമ്പോൾ അത് കാശ്മീരിലായിട്ട് ഒഴിവാക്കണ്ട, കാശ്മീരിലും കൂടെ അങ്ങ് പരിശോധിച്ചോന്നേ. കോൺഗ്രസ് ജയിച്ചത് അല്ലെങ്കിൽ നാഷണൽ കോൺഫറൻസ് ജയിച്ചത് വലിയ അട്ടിമറിയാണെങ്കിൽ അതും കൂടെ അങ്ങ് പരിശോധിക്കട്ടെ. ഞാൻ പറഞ്ഞത് ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വെച്ചിട്ട് ചർച്ച ചെയ്യുന്ന സന്ദർഭത്തിൽ ഈ കാര്യങ്ങൾ അവസാനിപ്പിക്കരുത്. ഞാൻ എൻ്റെ പാർട്ടിയോടും എൻ്റെ പാർട്ടി നേതൃത്വത്തോടും ആവശ്യപ്പെട്ടിട്ടുള്ളതും എന്നെപ്പോലെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നതും ലക്ഷോപലക്ഷം ആളുകളുടെ മനസ്സിലുള്ള സംശയം ഈ സിസ്റ്റത്തിൽ മാറ്റം വരുത്തുന്നത്. അത് ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് വിമർശനാത്മകമായി സംസാരിച്ചാൽ ലോകത്തിൻ്റെ നിറകയിൽ ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് സംവിധാനം അട്ടിമറി പോകുന്ന 10 വർഷം കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പ് കാണുന്ന, തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന, ഇപ്പോൾ അദ്വാനി തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് പറയുമ്പോൾ അതിനുശേഷം പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത്, അതിനുശേഷം ഇത് ഫാബ്രിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇത് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എങ്ങനെ പറയാൻ പറ്റും ഇത് സിസ്റ്റം തെറ്റാണെന്ന്? BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് വരുന്നതിനെ അവർ കുറ്റം പറയേണ്ട കാര്യം എന്താ? അവർക്ക് എന്തിനു കുറ്റം പറയണം? അവരുടെ നേട്ടത്തിന് വേണ്ടി അവർ വിനിയോഗിക്കുന്ന കാര്യങ്ങളെ അവർ കൊള്ളാമെന്നല്ലാതെ അങ്ങനെ പറയും. അപ്പോൾ അവർക്ക് ദോഷം വന്നപ്പോൾ അങ്ങ് തന്നെ ഇവിടെ സൂചിപ്പിച്ചു,
തന്നെ ഇവിടെ സൂചിപ്പിച്ചു. LK അദ്വാനിയുടെ എടുത്തിട്ടുള്ള നിലപാടുകളും മറ്റു കാര്യങ്ങളും ലോകത്തിൻ്റെ നെറുകയിലൊന്നും നമ്മുടെ രാജ്യത്തിൻ്റെ വിഷയങ്ങൾ ഇന്റേണൽ ആയിട്ടുള്ള പ്രോസസ്സ് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് പോരായ്മകളുണ്ടെങ്കിൽ ഒരു ജനാധിപത്യ രാജ്യം എന്നുള്ള നിലയിൽ നമ്മളത് പറഞ്ഞാലൊന്നും ലോകത്തിൻ്റെ നെറുകയിൽ ഇന്ത്യക്ക് ഒരു നാണക്കേടും വരത്തില്ല. പിന്നെ വിദേശ രാജ്യങ്ങളിൽ പോയി രാഹുൽ ഗാന്ധി പറഞ്ഞു രാജ്യത്തെ അപകീർത്തിപ്പെടുത്തി. എന്താ രാഹുൽ ഗാന്ധി എവിടെ അപകീർത്തിപ്പെടുത്തിയത്? ഈ രാജ്യത്തെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള മസ്ജിദുകളും ബുദ്ധവികാരങ്ങളും ക്ഷേത്രങ്ങളും അടക്കം നിറഞ്ഞിട്ടുള്ള നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് തകർക്കാൻ പാടില്ല. ഇപ്പോൾ പഞ്ചാബിൽ സിഖുകാർ ഉപയോഗിക്കുന്ന കൃപാൺ, അവരുടെ തലപ്പാവ്, അത് ധരിക്കാൻ ഉള്ള അവസരം അവർക്കുണ്ടാകണം. അതൊക്കെ നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് രാജ്യത്തെ ദ്രോഹിക്കുന്ന ആക്ഷേപമായി മാറുന്നത്? അതൊക്കെ ദുർവ്യാഖ്യാനങ്ങളാണ്. ഇന്ത്യൻ രാഷ്ട്രപിതാവിനെ കുറിച്ച് ആദ്യമായി സിനിമയിലൂടെ അറിയുന്ന ഒരാൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഒരു രാജ്യം, മാത്രമല്ല മറു രാജ്യങ്ങളിൽ പോയി ഇന്ത്യൻ രാഷ്ട്രപതിയുടെ പേര് മോഹൻലാൽ ഗാന്ധി എന്നാണെന്ന് പറയുന്ന ഒരാളുടെ കാര്യം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വരും. മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും നരേന്ദ്രമോദി വിദേശ രാജ്യങ്ങളിലൊക്കെ പോയ സന്ദർഭങ്ങളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ഒരുപാട് ചർച്ച ചെയ്യേണ്ടി വരും. ഞാൻ അത്തരം പോയിന്റിലേക്കൊന്നും പോകുന്നില്ല. ഒരു കാര്യം പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാശ്മീരിൽ ബസൽജി പറഞ്ഞതുപോലെ ഒരു ഗവൺമെൻറ് ഉണ്ടായിരിക്കുന്നു, നല്ല കാര്യം. അവിടെ ആ ഗവൺമെന്റിന് പൂർണ്ണ അധികാരം കൊടുത്തുകൊണ്ട് പോകുന്ന ഒരു ജനാധിപത്യ ക്രമം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ഹരിയാനയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനുണ്ടായ പരാജയം കോൺഗ്രസ് പരിശോധിക്കും. കോൺഗ്രസ് കോൺഗ്രസിന്റെ അഭിപ്രായം.